കത്തിക്കും പൂത്തിരി തൻ ചെറു പൊൻവെളിച്ചം. പൂമണി കോവിലിൽ പൂജയ്ക്കു കത്തിക്കും പൂത്തിരി തൻ ചെറു പൊൻവെളിച്ചം. നാളെയാം നല്ല നാളിനുണർച്ചയായി നാടാകെ കളിയാടിടുന്നു. ഞാൻ നാഥന്നു കീർത്തനം പാടിടുന്നു. ഞാൻ നാഥന്നു കീർത്തനം പാടിടുന്നു. ചിന്നമ്മേ, കണ്ടിട്ട് എത്ര നാളായി ചിന്നമ്മേ? എന്തൊക്കെയാ വിശേഷങ്ങൾ? ഓ, വിശേഷമൊന്നുമില്ല. ലൂസി ഒന്ന് വന്നു. ഞാനിന്ന് ഉച്ച കഴിഞ്ഞാ വന്നത്. കോളേജ് അടച്ചു. അയ്യോ, ഉച്ചമുതലാളിക്ക് വല്ലതും പറ്റിയോ? ഇതാ കെട്ടിക്കഴിഞ്ഞു. വീട്ടിലോട്ടൊന്ന് കയറി നല്ല തുണിച്ച് കേട്ടാൻ ഓ വേണ്ട. എന്റെ കർത്താവേ, എന്റെ അപ്പനും അമ്മച്ചേക്കും ആർക്കും ഒരു സുഖേടും വരുത്തല്ലേ. ചേച്ചിയെ കാണുന്നില്ലല്ലോ. എന്നറിയാറിയമേ നിനക്ക് സൃഷ്ടി കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടു സഹായത്തപ്പെട്ടവനാവുന്നു. ചേച്ചി വിളിക്കാൻ പോയിരിക്കും. എന്റെ ആന്റിമ്മേ ഭാവിയായി നീ ഓർഡർ ആയി നോക്കാൻ പോയി മൂദേവി. എടി നിന്നോടാ ചോദിച്ചത്. നീ ഓയിക്കെ വിളിച്ചോടാൻ പോയിട്ട് എന്നെ എടുക്കായിരുന്നു ഇത്ര നേരം? ഞാനൊന്നും എടുക്കുമായിരുന്നില്ല. അങ്ങേതിലെ ലൂസി. ചൂലേ, ഏത് കൂത്തിയാലെന്നാടി? നിന്റെ കാര്യം നീ നോക്കണ്ടേ? എന്റെ കർത്താവേ, ഇതിന്റെ പായസം പോലെ മലയിലെ കൊച്ചമ്മയല്ലേ? മലക്കാർക്ക് മാത്രമല്ലേ മാനമുള്ളൂ. നിന്റെ ഗുണവതിയാരമാ. അല്ലെങ്കിൽ നിന്റെ പ്രായമുള്ള കൊച്ചുകള് കെട്ടിച്ച് 2-3 പിള്ളേര് കാലമായിട്ടും നീ ഈ നിപ്പ് നിൽക്കുന്ന എന്താടി? എന്നെ കെട്ടിക്കണ്ട. കെട്ടിക്കണ്ടേ? നീ ഇങ്ങനെ നിന്നോടി. നിന്നോളാം. പെണ്ണേ, വാക്കേറ്റം പറഞ്ഞാലുണ്ടല്ലോ ഓടിച്ചു നിന്റെ അണപ്പൊട്ട് തകർത്ത് കളയും. പറഞ്ഞേക്കാം. അപ്പന്റെ ഒരു പുന്നാര മോള് മനയമചമഞ്ഞിരുന്നോണ്ടാ മതി. ഉണ്ണാമടി ഉണ്ണ. എന്റെ പൊന്നു മോളൊരു കാര്യം ചെയ്യേ. ഇത് ആ തേവിക്കിടാത്തിയൊക്കെ കൂടെ കപ്പ എത്താൻ പോന്നു. നാളെ മുതൽ നീ കൂടെ ചെല്ലേ. 5 ടണ കിട്ടും. അമ്മച്ചിയല്ലേ കപ്പ എത്താൻ? ഞാൻ പട്ടിണി കിടന്നോളാം. എന്നെ കെട്ടിക്കാൻ വേണ്ട, വാഴിക്കാൻ വേണ്ട. ചെറുക്കം തുടങ്ങി കീറാന്. എടി ചിന്നമ്മ പെണ്ണേ, അതിയാനിപ്പ വരും. 2 കാന്താരി ഇഞ്ഞ് വരച്ചേ. ഒരു ചമ്മന്തിയെങ്കിലും വരച്ച് വെക്കാം. ആദ്യാരിത്യവും ഭരിച്ച് നടക്കുന്നു. നാണമില്ലല്ലോ. വല്ല വീട് തീർക്കാൻ പോയിരുന്നേലും എന്റെ പിള്ളേരിങ്ങനെ പട്ടിണി കിടക്കുമായിരുന്നു. എന്റെ കർത്താവേ. ലടി ഒന്ന് ചെവിതല കേക്കട്ടെ. നിനക്ക് കിറുക്ക മുതുകിറുക്ക്. എങ്ങനെ കിറുക്ക് പിടിക്കാതിരിക്കും ഇങ്ങനെ 365 ദിവസവും പട്ടിണി കിടന്നുകൊണ്ടാലും? ഒത്തുവരുത്തം പറയാൻ വന്നിരിക്കുന്നു. ഉണ്ണാനുണ്ടോ? ഉടുക്കാനുണ്ടോ? തലയെ പെരട്ടാൻ എണ്ണയുണ്ടോ? അത് പോട്ടെ. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം വെളിയിൽ പോമോ? ഒരു പെര കിടക്കുന്ന കിടപ്പ്. ഒരു പെണ്ണാണെ മല പോലെ പെര നിറഞ്ഞു നിൽക്കുന്നു. ഇത് ഞാൻ കണ്ണി ചോരയില്ലല്ലോ. ഇനി മൂക്കി പല്ല് വരുമ്പോഴായിരിക്കും പുന്നാരെ മോളെ കെട്ടയക്കുന്നത്. ഓ, ഒന്ന് ചെവിതല കേക്കട്ടെ. നീ തല്ല് മേടിച്ചടങ്ങും. ഞാൻ പറഞ്ഞേക്കാം. നീ എല്ലാം ഇരിക്കുന്നിടത്ത് ഉമ്മം കുരുക്കുമല്ലോ. ഉമ്മം എങ്ങനെ ഗുണം പിടിക്കും? ആ പെണ്ണിന്റെ ഒരു കല്യാണ കാര്യത്തിന് വേണ്ടി ആ വിരുന്നുകാരനെ വിളിച്ചോണ്ട് വലിയ കാര്യത്തിന് വന്നപ്പോഴല്ലേ നിന്റെ എല്ലാം തലതെറിക്കാനുള്ള കൊലവേം കൊലവിളിയും. എന്നിട്ട് അത് ഞാൻ എന്ത് ചെയ്യും? കുരിശ്. ഇതിനകത്തിരുന്ന് വെളിച്ചെണ്ണ എന്തിയടി? ഞാൻ ഇച്ചിരി എടുത്ത് തല പെരട്ടി. കുണം വന്ന് പോകാന് അത് മുഴുവനും എടുത്തങ്ങ് തലയെ പെരട്ടിയോ? അതെങ്ങനെയാ? ഇടങ്ങഴി വെളിച്ചെണ്ണ വേണമല്ലേ തലയെ പെരട്ടാന്? കുറെ തലമുടി കൊണ്ടുപോയി വെട്ടിച്ച് കളവണ്ണേ. തലമുടി വളർത്തുന്നു. ഒന്നും മിണ്ടാതിരിക്കാൻ. ഞാനിങ്ങോട്ട് വന്നാലുണ്ടല്ലോ. വാ മോളെ കുറിച്ച് വരയ്ക്കാൻ. ഉള്ളത് മോതിക്കൊണ്ട് പോകണേ. എനിക്ക് വേണ്ട. എന്തൊരു നാശങ്ങള്! ചെവിതല കേട്ടിട്ട് ഇവിടെ കിടന്നു കൊടുക്കാൻ മേല. ഈ നരകങ്ങളെ ഇവിടെ ഓടിക്കാതെ ഒരു രക്ഷയുമില്ല. ഉള്ളത് എന്റെ മീൽച്ചേട്ടാ. നെറ്റിയെ കുരിശ് വരയ്ക്കാൻ തുടങ്ങുമ്പോ അവിടെ തുടങ്ങും കൂവലും പിരാക്കും നിലവിളിയൊക്കെ.
നമുക്ക് ഈ നാശം കഴിഞ്ഞ് വല്ലയിടത്തും പോകാം. എന്റെ അപ്പ എനിക്ക് മേലെ ഇവിടെ പൂർക്കാൻ. ഞാനിവിടെ കയറിയച്ചാ വരുന്നത്. ആ പെണ്ണിന് വേണ്ടി ഒരു കല്യാണം ആലോചിക്കാമെന്ന് വെച്ചു. തനിക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? ആ പിഴപ്പെട്ട പെണ്ണിന് വേണ്ടി കല്യാണം പറയാൻ നടക്കുന്നു. ഈ നാശങ്ങളെ ഇവിടുന്ന് ഓടിക്കാതെ ഒരു രക്ഷയുമില്ല. കൊച്ചിനെ, നമ്മുടെ ലൂസിക്കുച്ചിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക. യോഗം ഉണ്ടേ നടക്കും. തിരിച്ചേട്ടാ വന്നേ, നമുക്ക് ഊണ് കഴിച്ചിട്ട് കാര്യം പറയാം. ഞാൻ തിരിച്ചേട്ടനെ നോക്കിയിരിക്കല്ലോ. യൂസി സ്വാമിയാരെ, ഒരെണ്ണയ്ക്കൊരു വലവെന്ന് പറഞ്ഞാട്ടെ. നേരമില്ല, കപ്പ പറിക്കാൻ കിടക്കുന്നു. വേഗമാകട്ടെ. ഓടാ, ഒരെണ്ണയ്ക്ക് ആരുടെ ഫലം പറയുന്നത്? അണ രണ്ടു വെച്ച് ഒരു കാര്യം അറിഞ്ഞാ മതി. എന്റെ ദേവിക്കിടാത്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറ. ഓടാ, വേറെ ജോലിയൊന്നുമില്ല. പറ സ്വാമി. കയറി പിടിക്കുന്നോ? ചായന്റെ വെള്ളമെടുത്ത് വീത്തും പറഞ്ഞേക്കാം. ജോശിയരെ, ഇവൻ ആള് മൊശടനാ. കാ ഫലം പറഞ്ഞാ മതി, അലമ്പുണ്ടാക്കാതിരിക്കും. അപ്പനും അമ്മച്ചിക്കും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കാത്തെ. നിങ്ങളോട് പറയുന്നോണ്ടൊന്നുമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ മാനവമിയെ എണ്ണിവந்த വിവാഹം അത് കൂടി പപ്പ ഇഷയുടെ നീ തൊട്ട കുറി. നീ സ്നേഹിച്ച പെണ്ണ് നിന്നെയും സ്നേഹിക്കുന്നു. 4 മാസത്തിനകം കല്യാണം നടക്കും. അപ്പൊ സ്വാമി യോഗ്യം തന്നെ. കടുപ്പത്തിലൊരു ചായ രണ്ട് തോയണ്ട. ഞാൻ മയ്യെ കാണാൻ കൊണ്ടുവരാം. കറുത്ത പെണ്ണെ കരിങ്കുഴലേ നിനക്കൊരു സംഖ്യ കൊതിച്ചു. അല്ല, എങ്ങോട്ടാ കരിക്കുയില്ലേ? ഞാൻ ഇട്ട വളർത്തും. ഒന്ന് പിടിയിട്ട് താമരാണ്. സ്വാമി, ഇവിടെ പറഞ്ഞു കേട്ടോ, ഞാൻ സ്നേഹിക്കുന്ന കിടാത്തിയത് എന്റെ അണ ഇങ്ങോട്ട് എടുക്കാൻ. എന്റെ അണയും കൂടി വരാൻ പറഞ്ഞപ്പോ എന്റെ അണ പോയി. ഈ തോയം നിന്ന് ചായയും കുടിച്ചാട്ടു. ഇതെവിടുന്നാ ദേവി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എങ്ങനെ എന്റെ കാത്തയെ വഴി വെച്ചത് കഴിക്കുന്നത്? വല്ല മനുഷ്യരും കണ്ട? ഓ, അതിനൊരു പോക്കണം കഴിവില്ല കൊച്ചുമ്പ്രാട്ടി. ഇതെങ്ങനെ കട്ടുമോട്ടിച്ചോണ്ട് വന്നല്ലോ. പാടടി പാടടി പഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാലിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം. പാടടി പാടടി പഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാലിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം. മാമല നാട്ടിലെ മനത് കുളിർക്കണ മാവേലി പെണ്ണെ, മാവേലി പെണ്ണെ. മണ്ണിനു കരളെ പൊന്നിനു പൊരുളെ മറഞ്ഞിരിക്കല്ലേ, മണ്ണിൽ മറഞ്ഞിരിക്കല്ലേ. ഉപ്പമാടം പൂവിട്ട് ഞാൻ പൊതിച്ചതെല്ലാം തന്നിട്ട്, കപ്പലെത്തണ കൈകൾക്കെല്ലാം കാപ്പും വളയും തന്നല്ലേ, കാപ്പും വളയും തന്നല്ലേ നീ കപ്പലേറി നടന്നല്ലേ, കാപ്പും വളയും തന്നല്ലേ നീ കപ്പലേറി നടന്നല്ലേ. പാടടി പാടടി പഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാലിന്റെ മക്കടെ പുന്നാരം, മണ്ണിൽ പണിയുന്ന മക്കടെ പുന്നാരം.
പണിയില്ലൻ വീട്ടില് പണമുള്ളവനും പാവങ്ങൾക്കും പാടുതേ പവനിയല്ലോ പാടുതേ പവനിയല്ലോ എൻ പ്രാണനിടുന്നവണിയല്ലോ പാടുതേ പവനിയല്ലോ എൻ പ്രാണനിടുന്നവണിയല്ലോ പാടടി പാടടി പഞ്ഞം തീരാൻ പാലക്കൊമ്പിലിരുന്ന് പാടിന്റെ മക്കളുടെ പുന്നാരം മണ്ണിൽ പണിയുന്ന മക്കളുടെ പുന്നാരം. ഇങ്ങനെ അങ്ങോട്ട് കെട്ടിക്കാട്ട് വെച്ചപ്പോഴേ മുറുകുട്ടിയുടെ നീര് വരുത്തിയാൽ മതി. ചാല മടച്ചോറ് വെച്ച് കെട്ടിയാൽ മതി. ഞാനിപ്പോ കൊണ്ടുവരാം. വേണ്ടതേ മലയിൽ ബംഗ്ലാദേശ് നല്ല ഒന്നര മരുന്ന് കിട്ടും. അതുള്ളതാ. കേറിങ്ങി പോരെ. ചിന്നമ്മ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം. അയ്യോ, ഞാൻ വരുന്നില്ല. മുറിവ് സാരമില്ല. കൈ നല്ല ചൊവ്വിന് മുറിഞ്ഞിട്ടുണ്ട്. ചെല്ലും മോളെ. നന്നാട്ട് വെച്ചപ്പോഴേ നിങ്ങൾ പോയിട്ട് പിടിയിൽ വരണേ. ചിന്നമ്മയുടെ കപ്പോട് ഞാൻ ചെത്തിക്കൊള്ളാം. ചിന്നമ്മയുടെ സന്ദർഭോചിതമായ സഹായം. അതിനു മാത്രം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. കാല് സുഖമായ. അയ്യോ, ഞാൻ വിചാരിച്ചു. സാരമില്ല. ചിന്നമ്മയ്ക്ക് പാടാൻ അറിയാം. പാടൂ, ഞാൻ ഓടക്കുഴൽ വായിക്കാം. ഞാൻ പാടാറില്ല. ചിന്നമ്മയുടെ മുഖം എന്താ എപ്പോഴും ഇങ്ങനെ കുനിഞ്ഞിരിക്കുള്ളൂ? ഏതായാലും അത് വലിയ അപകടമാണ്. എന്താ? വല്ല പരന്തൻ റാഞ്ചിക്കൊണ്ട് പോയാൽ. പരന്ത് റാഞ്ചിക്കൊണ്ടുപോയി ഞാൻ കിളിയും പറ്റുമല്ലോ. ആണല്ലോ, പാടാത്ത പങ്കിലി. കൊച്ചമ്പ്രാട്ടിയെ ദേവിക്കടാത്ത് വിളിക്കുന്നു. ഞാൻ പോട്ടെ. കൈ വെള്ളത്തിൽ നിൽക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ പോവാ ചേട്ടത്തി. വാ മോളെ, ചോറുണ്ടിട്ട് പോവാം. കൊച്ചമ്മേ, എന്റെ നാനി ചേച്ചിക്ക് പ്രസവ വേദനയായിട്ട് ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു. ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ആര് വന്ന് പറഞ്ഞു? എന്റെ ആങ്ങളെ കൊച്ചൻ. ജോ, നീ ഇപ്പൊ പോയാൽ എങ്ങനെയാ പാറു? അരി ഇടിച്ചിട്ടില്ല, 100 കൂട്ടം ജോലി കിടക്കുന്നില്ലയോ? അരി ഞാൻ ഇടിച്ചു തരാൻ ചേട്ടത്തി. മോടെ കൈ വയ്യല്ലോ. അത് സാരമില്ല. മരുന്ന് വെച്ച് കിട്ടിയപ്പം വേദന എല്ലാം പോയി. ആ, എന്നാല് നീ പോയിട്ട് പിടിയുന്നു വാ. വാ മോളെ. കൊച്ചമ്പ്രാട്ടി, കൊച്ചമ്പ്രാട്ടി വായോ. ഇതിനെയൊന്നും വീട്ടിൽ നിർത്താൻ കൊള്ളത്തില്ല. പിഴപ്പെട്ട വർഗങ്ങൾ. അവളിവിടെ വേലയ്ക്ക് വന്നതും മറ്റുമല്ല. ചിന്നമ്മേ, കുറച്ച് ചായ തയ്യാറാക്കി കൊണ്ടുവരാമോ? അല്ലെങ്കിൽ ഞാൻ കൂടെ വരാം. വേണ്ട. പിന്നെ വെള്ളം തിളപ്പിച്ച് ചായപ്പൊടി ഇട്ട് ഊറ്റിയെടുത്ത് പാലും പഞ്ചസാരയും ചേർത്ത് ഇളക്കി കൊണ്ടുവരണം. നിനക്കറിയാമോ? അറിയാം. എന്നാ വേഗമാണ്. അയ്യോ ചേട്ടത്തി, എനിക്കൊരു അബദ്ധം പറ്റിയതാ. ഞാൻ വിചാരിച്ചു പഞ്ചാരയാണെന്ന്. ഒരു കപ്പിന് ഉപ്പായിട്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മഹാ ചീത്തയാണെന്ന്. ഞാൻ പെണ്ണായിട്ട് പറഞ്ഞാണെങ്കിൽ നിന്നോട് ഞാൻ ചോദിച്ചോളാം മടി. അയ്യോ, അവൾ അറിയാതെ അബദ്ധം പറ്റിയതാ.
അതെ അതെ അറിയാതെ ആണക്കേടായല്ലോ. ഇവിടെ ഒക്കെ തുപ്പാതെ പറ്റി. എനിക്ക് നമുക്ക് പോകാം. അപ്പൊ ഞാൻ പോട്ടെ ചേർത്ത്. ഇല്ല മോളെ. തങ്കച്ച, ഇവക്ക് ഇന്നത്തെ കൂലി കൊടുത്തേക്കാൻ പറ കേട്ടോ. ചെല്ല. അങ്ങോട്ടില്ല, ഞാൻ പറഞ്ഞേ. കല്യാണരാവേ കരളിൻ കിനാവുകൾ പുല്ലാങ്കുഴല പകരുന്നു നീ പകരുന്നു നീ. അപ്പ എടാ, നീ ഇന്ന് വീട് കേൾക്കാൻ പോകുന്നില്ലേ? അതൊക്കെ മതിയാക്കി. മതിയാക്കിയോ? പിന്നെ നീ എവിടെ പോകുന്നു? ഞാനൊന്ന് പുറത്തു വിട്ടുവേ. അച്ഛൻ എന്റെ പെട്ടി തുറന്ന് കാശെടുത്തോ? ഇല്ലല്ലോ. പിന്നെ എന്തിയെ? നാട്ടു നീ വരുന്നുണ്ടോ? കൊച്ചുമ്പ്രാട്ടി ഇവിടെ വരട്ട്. കൊച്ചുമ്പ്രാട്ടിയെ നേരമായെന്നേ. എങ്കിൽ കാത്തമ്മ പോ. വന്നേക്കാം. ഒന്ന് വേഗം വന്നേ കൊച്ചുമ്പ്രാട്ടി, നേരം പോണ്. ദേവി വെക്കാന്ന് പറഞ്ഞ ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? ഇത് തന്നെയും കുഞ്ഞമ്മത്തങ്ങളുടെ പെട്ടീന്ന് ചൂണ്ടിയതാ. വീലിച്ചേട്ടൻ ഇന്നും വെച്ച് ആരോടും പറഞ്ഞേക്കരുത്. എന്റെ പൊന്ന് വീലിച്ചേട്ടനല്ലേ, ആ ചിന്നമ്മയുടെ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് വേഗം നടത്തി തന്നാ മതി. നീ ഇങ്ങനെ ധൃതി വെച്ചാൽ എങ്ങനെയാടാ വെക്ക? ധൃതി വച്ചാൽ എന്നാടാ വെക്കാന്ന് ചോദിച്ചാ, വീലിച്ചേട്ടൻ അതിന്റെ വിഷമം എന്നാന്ന് അറിയാൻ മേലായിട്ട് പറയുവാ. ഏതായാലും ഇത് തീരെ പോരടാ. ഇനിയിപ്പൊ ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ ഒരു വകയില്ല. ആ ഉണ്ടെന്ന് പറയാൻ ആരേലും ഒരു വെള്ളിയറിഞ്ഞാനുണ്ട്, അത് വേണേ അങ്ങനെ വഴി വെച്ചു. എന്റെ പൊന്നു ഞങ്ങളെ ആയിട്ടില്ല. അവരോട് മേടിച്ചത് പോകാൻ പാറു പാറു ചേട്ടത്തി ഇവിടെ ഇല്ലേ? ആ എങ്ങാണ്ട് വാങ്കിലോ തോട്ടത്തിലോ പോയിരിക്കുക അവരമ്മയും മോനും കൂടെ. എന്നാ മോളെ, എന്നാ ഇത്? എന്നാ ഇവിടെ? അയ്യോ അമ്മച്ചി, അയ്യോ എന്റെ പൊന്നെ, നിനക്ക് എന്നാ പറ്റിയടി? ഇടോ തന്നെ കാണിച്ചു തരാം. നീ എന്നെ എന്താ കാണിക്കാനാണ്? ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാശാനെ ജീവിച്ചിരിക്കുന്നത്? ഇടാശാനെ എന്നെ ഇടാശാനെ അവൻ എന്നൊന്ന് തല്ലട്ടെ. ചുമ്മാ പെണ്ണുങ്ങൾ തമ്മിലുള്ള വഴക്കല്ലയോ? ആണുങ്ങൾക്കെങ്കിലും ക്ഷമ വേണ്ടിയോ? ഒരു പെമ്പിളെയും ഒരു മോളും പെണ്ണിനെ കെട്ടിക്കാൻ നിവർത്തിയില്ലെങ്കിൽ വല്ല മടത്തിലും കൊണ്ടുവന്ന് വിട്. നീ നിന്റെ പെണ്ണിനെ കെട്ടിച്ചു വിടാൻ നോക്ക് കേട്ടോടാ കുട്ടിയെ.
എന്നിട്ട് അയലോക്കത്തെ കാര്യം അന്വേഷിച്ചാൽ മതി. നീ എന്നെ അങ്ങനെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്റെ തറവാട് മുടിപ്പിച്ച പരമദ്രോഹി. നമ്മൾ ഇനി പോന്നാട്ടെ. അവൻ എന്തെങ്കിലും പറയട്ടെ, നമ്മുടെ മേത്ത് പറ്റത്തില്ലല്ലോ. എടാ നിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റി 2 ഇടി ഇടിപ്പിച്ചില്ലെങ്കിൽ നീ എന്നെ ഇങ്ങനെ വിളിച്ചോ, ഇങ്ങനെ കുട്ടിയെ നീ അങ്ങനെയൊന്നും കയറി പറയാതെ. ആശാന്റെ കാര്യം നോക്കാശാനെ, എന്റെ ഉറച്ച ആശാ കണ്ടോ? വാ വാ. ആടിനാലോ പറ്റിയോ? നിങ്ങളാണോ താഴ്ചയിലെ തൊമ്മാലൂക്ക? അതെ. നിങ്ങളെ ഇൻസ്പെക്ടർ മാം വിളിക്കുന്നു. എന്തോന്നാ കാര്യം? നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്. എന്റെ പേരില്? അതെ. എന്ത് കേസ്? വെണ്ടർകുട്ടി എന്ന ആൾ ബോധിപ്പിച്ചിരിക്കുന്ന ഹർജിയാണ്. മേപ്പടി ലൂക്കായും മേപ്പടിയാന്റെ പ്രേരണയിൽ മേപ്പടിയാന്റെ ഭാര്യയും മക്കളും ചേർന്ന് കല്ല്, കൊഴി, ഉലക്ക മുതലായ ആയുധങ്ങളോടുകൂടി എന്റെ ഭാര്യയെ ആക്രമിക്കുകയും ഭയങ്കരമായി അടിച്ചു മുറിവേൽപ്പിച്ചിട്ടുള്ളതും മേപ്പടിയാൻ പലരെയും ഇങ്ങനെ ഉപദ്രവിക്കുകയും പോലീസിനെ ധിക്കരിക്കുകയും ചെയ്യുന്ന ആളും ചട്ടമ്പിയും. അയ്യോ, ഇത് വെറും കള്ളക്കടച്ചിയാണ് എന്ന് താനല്ലോ നിശ്ചയിക്കേണ്ടത്. വരൂ, ഞാൻ പിന്നെ വന്നേക്കാം. ആള് തരക്കേടില്ലല്ലോ. തന്റെ സൗകര്യത്തിന് വരാനുള്ള സാധനം നടക്കൂ. അവരെന്റെ അമ്പനെ തല്ലുമോ? അത് ഞാൻ എണ്ണീറ്റ് നിൽക്കാൻ നീക്കലില്ല. ഒന്നുമില്ല കൊച്ചോമ്പളെ, ഞാൻ ഇപ്പൊ അറിഞ്ഞേ ഉള്ളൂ. അങ്ങോട്ട് പോവാ. സ്റ്റേഷനിലേക്കോ? അതിന് രൂപ വേണ്ടേ ആശാനെ? രൂപയൊക്കെ ഞാൻ ഉണ്ടായിക്കൊള്ളാം. കൊച്ചോമ്പളെ ഒന്നും പേടിക്കണ്ട. മൈല, നീ കൂടെ ചെല്ല. ഏട്ടാ തെമ്മാടി, നീ എന്തിന് ഇവിടെ വന്നു? വേണ്ട, എന്റെ കൂടെ വരണ്ട. അല്ലാതെ തന്നെ പോലീസുകാരെ വിട്ട് നിന്നെ കൊണ്ടുപോകും സ്റ്റേഷനിലേക്ക്. ഓ, അങ്ങനെ ആട്ടെ. എന്റെ പൊന്നാശാനെ, ഒന്ന് വേഗം പോയേച്ചു വാ. അവൻ എന്റെ ഹിറ്റ്ലറെ തല്ലിക്കൊന്നേച്ച് നടക്കുക. ഏനും പോവാന്നേ അമ്പരാട്ടിയെ. അമ്മ, ഞാനും കൂടെ പോലീസ് സ്റ്റേഷൻ വരെ പോവാ. ചെറുപുട്ടാ കൂട്ടാന്ന് കേട്ടപ്പോഴേ മനസ്സിലായി വരമുണ്ടെന്ന്. ഒളിച്ചും പതുങ്ങിയൊന്നും വരാൻ എനിക്ക് അറിഞ്ഞുകൂടും. ഇന്നെങ്ങും വീണില്ലല്ലോ. ഓഹോ, അതിനാണോ ഈ തുണിയും കത്തിയുമായി വന്ന് നിൽക്കുന്നത്? അതെ അതെ, തങ്കച്ചന് എപ്പോഴാ വീഴുന്നത് നിശ്ചയമില്ലല്ലോ. എന്ത് നടക്കാത്ത കാര്യമുണ്ടോ? എന്റെ പൊന്നു പീലിച്ചേട്ടൻ അതെങ്ങനെങ്കിലും ഒന്ന് സാധിച്ചു തരണം. അതങ്ങ് നടന്നാൽ പിന്നെ ഈ കരയിൽ എന്നെ ജയിക്കാൻ വല്ലൊരു കാണുമോ പീലിച്ചേട്ടാ? പീലിച്ചേട്ടന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ആ സാറിട്ട് പോലീസുകാർ കണക്കിന് കൊടുത്തോ? പക്ഷേ അയാളെ 2 മാസമെങ്കിലും ജയിലിൽ കിടത്തേണ്ടതായിരുന്നു. ആശാൻ കാരണമാ. ഓട്ടെ, വെണ്ടർകുട്ടി ആരാണെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അവരെ ഈ കരയെന്നെ ഓടിക്കണം. നോക്കട്ടെ. കേട്ടോ കുട്ടിച്ച, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കുന്നെങ്കിൽ ആ എത്തപ്പാനെ ഇടിപ്പിക്കണം. അവൻ ആള് ഭയങ്കരനാ, ഭയങ്കരൻ. എല്ലാവരെയും ശരിപ്പെടുത്താം. ഈ കല്യാണം എങ്കിലും ഒന്ന് സാധിച്ചു തരണം. അതങ്ങ് നടന്നാൽ പിന്നെ ഈ കരയിൽ എന്നെ ജയിക്കാൻ വല്ലൊരു കാണുമോ പീലിച്ചേട്ടാ? പീലിച്ചേട്ടന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ആ സാറിട്ട് പോലീസുകാർ കണക്കിന് കൊടുത്തോ? പക്ഷേ അയാളെ 2 മാസമെങ്കിലും ജയിലിൽ കിടത്തേണ്ടതായിരുന്നു. ആശാൻ കാരണമാ. ഓട്ടെ, വെണ്ടർകുട്ടി ആരാണെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അവരെ ഈ കരയെന്നെ ഓടിക്കണം. നോക്കട്ടെ. കേട്ടോ കുട്ടിച്ച, ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് പറയുന്നതാണ്. പോലീസുകാരെ കൊണ്ട് ഇടിപ്പിക്കുന്നെങ്കിൽ ആ എത്തപ്പാനെ ഇടിപ്പിക്കണം. അവൻ ആള് ഭയങ്കരനാ, ഭയങ്കരൻ. എല്ലാവരെയും ശരിപ്പെടുത്താം. ഈ കല്യാണം നടന്നോട്ടെ. തൽക്കാലം ഇത്ര വരൂ വിളിച്ചിട്ടാ, കാപ്പി കുടിച്ചിട്ട് പോകാം. ഉള്ളതാ. പലഹാരം തിന്നുന്നെങ്കിൽ ഉറവച്ചമ്മയുടെ പലഹാരം തിന്നാ. ഇരിച്ചേട്ടാ, തങ്കച്ചിന്റെ കൈ കൊടുക്കണം. വേറെ ആരും വരരുത് കേട്ടോ.
കാന്തോയത്തേനുണ്ട് കണ്ണിറുക്കും ചെറുമി തന്നാന പാട്ടൊന്ന് പാടന്റെ ചെറുമി. നാട്ടാര് കാണുമെന്ന് നാണമില്ലോ നിങ്ങൾക്ക് ഏനെന്റെ പാടത്തെ പൂവാണ് ചെറുമാ. കാന്തോയത്തേനുണ്ട് കണ്ണിറുക്കും ചെറുമി തന്നാന പാട്ടൊന്ന് പാടന്റെ ചെറുമി. നാട്ടാര് കാണുമെന്ന് നാണമില്ലോ നിങ്ങൾക്ക് ഏനെന്റെ പാടത്തെ പൂവാണ് ചെറുമാ. കൊട്ടുണ്ട് പാട്ടുണ്ട് കോയിക്കത്തായത്ത് കൊട്ടുണ്ട് പാട്ടുണ്ട് കോയിക്കത്തായത്ത് കൊണ്ടാട്ടം കാമാനും പൂവാമോ ചെറുമി. കാമാനും കേപ്പാനും നിങ്ങളുടെ കൂട്ടിന് കാര്യമേനന്റെ ചൊല്ലന്റെ ചെറുമാ. കാട്ടുപൂ പൂത്തപ്പോ കരിവണ്ടി ചുറ്റന് കാട്ടുപൂ പൂത്തപ്പോ കരിവണ്ടി ചുറ്റന് കാര്യമെന്തെന്ന് നീ ചൊല്ലി ചെറുമി. കരിപ്പുടവ താരാഞ്ഞ നാലാണ് കണക്കെ കരിനാക്ക് നിങ്ങൾക്ക് ചേലല്ല ചെറുമാ. കടലുവറ്റി കറ്റാഴ കൈയെടുക്കും മുമ്പിലി കുടലുവറ്റി ചത്താലി കൊള്ളാമോ ചെറുമി. കടലുവറ്റി കറ്റാഴ കൈയെടുക്കും മുമ്പിലി കുടലുവറ്റി ചത്താലി കൊള്ളാമോ ചെറുമി. നാട്ടാര് കാണുമെന്ന് നാണമില്ലോ നിങ്ങൾക്ക് ഏനെന്റെ പാടത്തെ പൂവാണ് ചെറുമാ. കേട്ടോ മത്തയച്ചു, എന്റെ മോക്ക് എന്ത് കൊടുക്കുന്നതിന് എനിക്ക് സമ്മതമാണ്. പക്ഷേ കയ്യിൽ കാശ് വേണ്ടേ? പിന്നെ പറഞ്ഞതുപോലെ ചെയ്യണം. എനിക്കത് നിർബന്ധമുള്ള കാര്യമാണ്. ഒരു കാര്യമുണ്ട് ലൂക്കാച്ച, വെറും ചുമട്ടുകാരനാണെന്ന് ഒരിക്കലും 1000 കുറഞ്ഞൊന്നും നോട്ടമില്ല. അതോ ചേട്ടൻ പറഞ്ഞത് അതിന്റെ കാര്യം. പിന്നെ എന്നാന്ന് വെച്ചാൽ ലൂക്കച്ചന് നമ്മൾ തമ്മിലുള്ള ഇരിപ്പിനെ ഓർത്തിട്ടാ. പണമെല്ലാം അങ്ങനെ വന്നു പോയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഒരു 750 രൂപയും നടപടിയും കല്യാണം ഇന്ന് അങ്ങ് തീർച്ചപ്പെടുത്താം. പിന്നെ ആ പെങ്കൊച്ചിനെ എനിക്ക് നന്നാ പിടിച്ചു. ഇവിടുത്തെ ഈച്ച അപ്പൊ എന്നാ വെച്ചു? കാര്യം അങ്ങ് തീർച്ചപ്പെടുത്തി. അടുത്ത വ്യാഴാഴ്ച കൂട്ടിച്ചോദ്യം, പിന്നത്തെ ഞായറാഴ്ച പണം കൊട, 3 വിളിച്ചുവല്ലേ. ഇന്ന് ഞായർക്ക് ഞായർ 28, തിങ്കൾ 29, തിങ്കളാഴ്ച കല്യാണം. അപ്പൊ പണം കൂടെ ഞായറാഴ്ചയാ? എന്നാ തീർച്ചപ്പെടുത്തിയത്. ഒന്നും ഉണ്ടായിട്ടല്ല, ഉണ്ണുന്നെങ്കിൽ പണം കൂടെ അന്നത്തെ ഊണുണ്ണണം. 500 രൂപ. ഒരു നിവൃത്തിയില്ലെങ്കിൽ ഈ പറമ്പങ്ങ് വിൽക്കണം. ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന എന്നാ ഫലം? പറമ്പ് വിറ്റേച്ചു എങ്ങോട്ട് പോകാനാ നീ പറയുന്നേ? ഭൂമി വരുന്നതാ, ആരോട് ചോദിച്ചാലും ഒരു പെര വെക്കാനുള്ള സ്ഥലം കിട്ടും. ആ മലയക്കാർക്കാണെങ്കിൽ എന്തുമാത്രം പുരയിടങ്ങൾ കിടക്കുന്നു എന്ന് തന്നെയല്ല. പറമ്പ് വിറ്റേച്ച് എന്നെ കെട്ടിക്കണ്ടാപ്പാ. ഓടിയപ്പുറത്ത് അഭിപ്രായം പറയാൻ നിന്നെ വിളിച്ചോ? ഒന്ന് ചെവിതല കേൾക്കട്ടെ എന്ന്. ആ വെണ്ടർകുട്ടിയാണ് ഈ പറമ്പ് നിമിത്തമാ നമ്മൾ. പോടാവിടും. ഒന്ന് വേഗം അലക്കേട്, എന്നിട്ട് ഇച്ചിരി എണ്ണ വരട്ടി നീ ഒന്ന് പൊളി പെണ്ണേ. ഇതെന്നാ കളിയാ കൊച്ചമ്പ്രാട്ടി? ആ കുണ്ട്രാണ്ടത്തിന്റെ കുടുകൂട് ശബ്ദം കേൾക്കുമ്പോ കൊച്ചമ്പ്രാട്ടിക്ക് എന്നാ ഇത്ര നേരാണോ? കൊച്ചമ്പ്ര ഇങ്ങോട്ടാ മരുന്നേ. എന്നാ ദൈവേ ഏൻ പോണു? ചിന്നമ്മ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്തിനാ? ഈ പാടാത്ത പൈങ്കിളിയെ കാണാൻ. പാടുന്ന പൈങ്കിളി ഉണ്ടല്ലോ വേറെ. അതിരിക്കട്ടെ, പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞു പോയിട്ട് എന്താ വരാതിരുന്നത്? ഞാൻ വന്നിരുന്നു. അന്നേരം തങ്കത്തിന് അവിടെ ഇല്ലായിരുന്നു. എങ്കിലും ഇന്നാൾ വഴി വെച്ച് കണ്ടിട്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ ധൃതിയിൽ പോയായിരുന്നു. ഞാൻ തങ്കത്തെ ഒന്ന് വിളിച്ചതും കേട്ടില്ലേ? ഞാൻ കേട്ടില്ല. പിന്നീടാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. എന്തുകൊണ്ടാണ് ചിന്നമ്മ എന്നോട് പറയാതിരുന്നത്? ചിന്നമ്മയ്ക്ക് ഇഷ്ടമില്ലേ? ഇഷ്ടമാണ്. പക്ഷേ എന്താണ് പക്ഷേ?
ഞാൻ എന്റെ നില അറിയണ്ടേ? വലിയ തത്വജ്ഞാനിയാണല്ലോ ആള്. ഞാൻ വിചാരിച്ചു കൈ സുഖപ്പെടുത്തിയതിന് ചിന്നമ്മ എന്നോടൊരു നന്ദി വാക്കെങ്കിലും പറയുമെന്ന്. വിരൽ നോക്കട്ടെ. അപ്പൊ ഞാൻ നല്ല ഡോക്ടറാണല്ലോ. ഈ വിരൽ സുഖപ്പെടുത്തുണ്ടായിരുന്നു. എന്താ? എന്റെ കല്യാണമെല്ലാം ഉറച്ചു. എന്റെ കല്യാണത്തിന് വരണം. ഞാൻ അറിയിക്കും. അമ്മ വിളിക്കുന്നു. തുണി ഉണങ്ങാതെ വരാൻ ഒക്കുമോ മോനെ? കണ്ണെന്നാ ചോന്നിരിക്കുന്ന? അതെ, ഈച്ച പോയതായിരിക്കും. ഈച്ച മോൻ കുളിച്ചോ? നീ അപ്പൻ്റെ കൂടെ പോകുന്നില്ലേ? ആരാ മനുഷ്യൻ? അതെ, അതൊരു മനുഷ്യൻ. അയാൾ അമ്മാവനോട് എന്നതാ പറഞ്ഞതാ? പിന്നെ പിന്നെ അയാളെ പിന്നെ എന്നാണോ പറയുന്നത്? നീ കണ്ടോ മനുഷ്യൻ മോട്ടോർ സൈക്കിളിൽ കയറുന്നത്? ആള് വീഴത്തില്ലേ? മോനെ തട്ടി വീഴുന്നു. പോരെ ചേച്ചി, അമ്മച്ചി ധൃതി വരുന്നു. എന്തിനാണോ വന്നത്? ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ ഇതൊക്കെയാണ് ഈ ബുദ്ധി പറഞ്ഞത്. ആ വിരുന്നുകാരൻ തൈലാനാര് പറഞ്ഞു ആദ്യം പിടിച്ചോണ്ട് ചേച്ചിയുടെ കല്യാണം കഴിക്കാൻ ഇങ്ങനെ വരുമെന്ന് ആരറിഞ്ഞു? നമ്മളെ അടി എന്റെ കഷ്ടകാലം. കുടിക്കുന്നെങ്കിൽ കുഞ്ഞാണ്ടമ്മയുടെ കാപ്പി കുടിക്കണം. ആ ഉണക്ക ലൂക്കാ സാറിന്റെ മോടെ കല്യാണം ഉറപ്പിക്കാനൊന്ന് പോയി ഒരു ശകലം ചക്കരക്കാപ്പി തരണല്ലോ. ചക്കരക്കാപ്പി. ആ പെണ്ണിന്റെ കല്യാണമൊക്കെ ഉറച്ചോ? ഓ, മിക്കവാറും ഉറച്ചിരിക്കുക. എന്റെ കുഞ്ഞാണ്ടമ്മ ഇത്രയൊരു പിഴപ്പെട്ട പെണ്ണ്. താൻ പോടോ, ചുമ്മാ അനാവശ്യം പറയാതെ. അവള് നല്ലൊരു പെങ്കൊച്ച. സ്വഭാവം മഹാ ചീറ്റിയാ കുഞ്ഞാണ്ടമ്മേ. അല്ലേലും ഈ വെളുത്ത് ചുമന്നിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അങ്ങനെ. എന്നാ നമ്മുടെ ലൂസിമ്മ കേട്ടോ, ഇത്ര തങ്കപ്പെട്ട ഒരു പെങ്കൊച്ച്. സ്വഭാവമോ തള്ളയുടേത് തന്നെ. അപ്പൊ ഞാനൊന്ന് ഇറങ്ങിച്ചു വരട്ടെ. നിൽക്കവിടെ. താൻ എന്തോന്നാ താഴ്ചയിൽ ചിന്നമ്മയെ പറ്റി പറഞ്ഞത്? അവിടെ കാര്യം എന്തു പറയാനാ? എന്റെ പൊന്നു തങ്കച്ച, അവളെപ്പോലെ ഇത്രയൊരു പിഴപ്പെട്ട പെണ്ണ് ഈ കരയെ ജനിച്ചിട്ടില്ല. ചുമ്മാതാണോ ഈ കരയെ മഴ പെയ്യാത്തത്? എന്തു പറഞ്ഞു? ഇവിടെ ലൂക്കാ സാറല്ലേ ഇവിടെ? ഇവിടെ ഇല്ല. മകൾ എവിടെ പോയി? അവള് ചന്തയിലും കണ്ടു പോയിരിക്കുക. കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആരെന്ന് ചോദിച്ചാ എന്തിനാന്ന് ചോദിച്ചാ ചുമ്മാ എന്നാ ബിസ്ക്കറ്റ് വേണ്ട. അയ്യോടാ. അല്ലേ കൊച്ചുപ്രാട്ടി, ആ കൊച്ചു നാലാര് തന്നു എന്തോന്നാ? ഇതാ നാലാരെ ബിസ്ക്കറ്റാ. എനിക്ക് മോളെന്നാ ഇത്ര താമസിച്ച്? തങ്കച്ചൻ വന്നിരുന്നു. തങ്കച്ചനാ? നല്ല തങ്കച്ചനാ? നീ എന്തിയെന്ന് ചോദിച്ചു. നേര് പറ കൊച്ചുമ്മ. പടച്ചനാണ് നേരാണ്. അമ്മേ, മലയിലെ തങ്കച്ചൻ വന്നിരുന്നു. അമ്മ എവിടെ? നീ എവിടെ ആയിരുന്നു വെള്ള ഇത്ര നേരം? തങ്കച്ചൻ എന്നാ പറഞ്ഞമ്മേ? ചെന്ന് അന്വേഷിക്കേ. ഇതിനെന്നാടി വില? 2 അണ. എന്തിനമ്മേ തങ്കച്ചൻ വന്നത്? അറിയാ എന്നാ വേണം പറഞ്ഞാട്ടെ? ചായയോ കാപ്പിയോ നാരങ്ങ വെള്ളമോ? അല്ലേ വേണ്ട, കൈ കഴിക്കാൻ എന്റെ ചോറുണ്ട്. ആരാ അവിടെ? ഈ അളിയനും കൊച്ചിനോട് ചോറ് കൊടുത്തേ. എന്റെ അളിയ ഇവിടെ വിരുന്നുകാരെ കൊണ്ട് മടുത്തു. ആരെ കൊണ്ട് കഴിയും ദിവസവും 10-30 പേർക്ക് വെച്ചു വിളമ്പി കൊടുക്കാൻ. അതിനുള്ള യോഗം ഉണ്ടല്ലോ കുഞ്ഞെ നിനക്ക്. അതെ അതെ, നല്ല യോഗമാണ്. എനിക്കൊന്ന് മരുന്ന് തരാൻ നേരമില്ല. എന്നാ ഞാൻ ഇതൊക്കെ തരിക. ഇതാ ഇവിടെ വൈ. എന്നാ ഊണ് കഴിച്ചിട്ടളിയാ.
അല്ലാതെ പിന്നെ അതിനാ വല്ല പണത്തിനായിട്ടായിരിക്കും. ചെറുക്കനെന്താ ജോലി? വീട് തീർപ്പായിരുന്നു. ഇനിയിപ്പോ ഒരു ചെറിയ മുറുക്കാൻ കടയൊക്കെ തുടങ്ങണമെന്നാ. എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. അളിയാ, നമ്മുടെ അന്തസ്സിന് തീരെ പറ്റത്തില്ല. സ്ത്രീധനം വല്ലതും കൊടുക്കണം. 500 രൂപയും ആഭരണമെന്നാ. എന്റെ കയ്യിൽ ഒരു വശവുമില്ല. പോത്തച്ഛൻ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഹായത്തിന് പോത്തച്ഛൻ വേണം. ഇത്ര സ്നേഹമുള്ള വലിയവങ്ങള്. എന്റെ അമ്മ കാല കുത്തൂറി കണ്ട് ആശുപത്രി കിടന്നിട്ട് ഈ അളിയിരുന്നതിന് ഒന്ന് തിരിഞ്ഞു കയറായിരുന്നല്ലോ. ഞാൻ എന്തെങ്കിലും തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. എനിക്കിപ്പോ അതിന് സമ്മതമില്ലെങ്കിലും പെണ്ണിനെ കെട്ടിക്കാൻ നിവൃത്തിയില്ലെങ്കിലും ഞങ്ങൾ എന്നാ വേണം? ഇവിടെ ഒറ്റ കാശ് പോലും കിട്ടത്തില്ല അളിയ. ദേ കാറ് വന്നു, സർക്കസ് തുടങ്ങാറായി. നമ്മൾ വരുന്നുണ്ടോ? വാ പോകാം. അളിയൻ വരുന്നില്ലേ? ഇല്ല പോത്തച്ഛ. ടോമി, നീ വരുന്നോടാ? ഇതിനകത്ത് ഇടമില്ല. നീ അങ്ങ് വന്നേ. അങ്ങോട്ട് ഇറങ്ങിക്കേ, നമുക്ക് വണ്ടി പിടിച്ചു മാറ്റാം. സർക്കസിന് നേരെ ഡ്രൈവർ, പൊറോട്ട പൊറോട്ട വലിക്കേ. ആ പിടിക്കേ, ആ പിടി, പൊറോട്ട വലിയടാ, വലിക്കാൻ പൊറോട്ട. ആരു നീ അഗതിയോ അലയുമെൻ പിച്ചക്കാര, എങ്ങനെ എവിടെ എത്തിയതാണേ? എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ? എങ്ങനെ എവിടെ എത്തിയതാണേ? എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ? ഓടുമെടുത്തു നടന്നാലെന്തേ നിങ്ങളുടെ നാട്ടിൽ? ഒരു പിടി അന്നം തരുവോരില്ലേ പിച്ചക്കാര? ഓടുമെടുത്തു നടന്നാലെന്തേ നിങ്ങളുടെ നാട്ടിൽ? ഒരു പിടി അന്നം തരുവോരില്ലേ പിച്ചക്കാര? അടികളിൽ മുട്ടി പാടും നേരം പട്ടിയെ വിട്ടു വിരട്ടാറുണ്ടോ? ഓടയിലൊരു വയറൊട്ടിത്താണോ, മേടയിലൊരുവന് കുടവയർ വന്നു. തെണ്ടികൾ എന്നാലെന്തേ? ദൈവം പോലും തെണ്ടിയതില്ലേ? പട്ടിണി തീർപ്പാൻ ചട്ടിയെടുത്തു പിച്ചക്കാരൻ, കിട്ടിയ മുതൽ പെരുക്കാൻ തെണ്ടി വൻപണക്കാർ. കണ്ടവരുടെ മുതൽ കൊണ്ടുവളർന്ന് തെണ്ടികൾ ചില നിലയൊക്കെ മറന്ന് അങ്ങനെ ആശ വളർന്ന് എന്നുണ്ടല് എവിടെ കണ്ടല്. ശംഭോ ശങ്കര പാടി വരുവൻ താടിയും കെട്ടി തമ്പൂരു മീട്ടി താളം കൊട്ടി. കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നി തെണ്ടി നടക്കും. കണ്ണും കാലും പൊട്ടിയ മട്ടിൽ കൊന്നി തെണ്ടി നടക്കും. കരണവുമിട്ടൊരു ഹനുമാനെ പോൽ കണ്ണേ പൊന്നേ എന്ന് വിളിച്ച് പട്ടിണി തീർപ്പാൻ പൈസ കിടച്ചാൽ സ്വസ്ഥം. പിന്നെ പാട്ടും കൊട്ടും കളിയും ചിരിയും സ്വന്തം. പട്ടിണി തീർപ്പാൻ പൈസ കിടച്ചാൽ സ്വസ്ഥം. പിന്നെ പാട്ടും കൊട്ടും കളിയും ചിരിയും സ്വന്തം. വീടില്ലാത്തോർക്കെല്ലാ വീടും സ്വന്തം തന്നെ. കാശറ്റവനി ഖജനാവെല്ലാം കയ്യിൽ തന്നെ. നാമൊരു മതമാണി ഒരു ജാതി നമ്മെ കണ്ടു പഠിക്കുക നീതി. നാമൊരു മതമാണി ഒരു ജാതി നമ്മെ കണ്ടു പഠിക്കുക നീതി. എങ്ങനെ എവിടെ എത്തിയതാണേ പിച്ചക്കാര? എന്തു വിശേഷം നിങ്ങളുടെ നാട്ടിൽ പിച്ചക്കാര? തുമ്മി തുമ്മി തുമ്മിയേ തുമ്മി എവിടെ? തുമ്മിയേ അതെയാണ്
ഇപ്പൊ വഴി കിടന്ന് നനയുക. വെള്ളം തൂത്തൊഴിച്ച് വേണം. അമ്മച്ചി ഒന്ന് കിടക്കാമേ. എനിക്ക് ഉറക്കം വരുന്നില്ല മോളെ. എന്റെ പൊന്നു മോനെ, നീ ഇവരെ എവിടെ വെച്ച് കണ്ടു? കവലെ വെച്ച് കണ്ടേ. വല്യമ്പരാന്റെ മേത്ത് നല്ല ചൂടാന്ന്. അയ്യോ, എന്നിട്ടേ ആ പോത്തച്ഛൻ രൂപ തന്നു. തന്നടി, തന്നു. ഞാനൊരു തൊഴി വെച്ച് തന്നാലുണ്ടല്ലോ രൂപ. അപ്പ ദേഹം വിളക്കാതപ്പ. അമ്മച്ചി പറഞ്ഞതിന്റെ കൂട്ട് അപ്പനൊന്ന് ഇരുന്നിട്ട് ചോദിച്ചാ പോരെ വിശേഷങ്ങളൊക്കെ. അതിന് ഞാൻ എന്നാ പറഞ്ഞിട്ടാ ഇരിയാൻ എന്നെ തൊഴിക്കാൻ വരുന്നേ? രൂപ കിട്ടിയോന്ന് ചോദിച്ചോ, കുറ്റവായിപ്പോയി. എന്റെ പൊന്നമ്മച്ചി ഒന്നും മിണ്ടാതിരിക്കും. അപ്പ പോയിട്ട് എന്തായി? രൂപ കിട്ടിയില്ല മോളെ. അയ്യോ, പിന്നെ എന്ന് തരാമെന്ന് പറഞ്ഞു? വസ്തു എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ? ഇല്ല. ചുമ്മാ ഉണ്ടല്ലോ. ആങ്ങളെയാണെന്ന് വെച്ച് 10-700 രൂപ ഇങ്ങി അങ്ങോട്ട് ചെന്ന് രൂപ താന്ന് പറഞ്ഞാൽ വല്ലതും തരുമോ? ഇത് നല്ല കൂത്ത്. എടി, ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ. ചെവിയുടെ അടുത്ത് വന്നിരുന്നോണ്ട് ചീവീട് പോലെ ചിലക്കാതെ എന്ന്. കാര്യം പറയുമ്പോ ഇതിയാന് ദേഷ്യവാ. എന്റെ പൊന്നമ്മച്ചി ഒന്ന് എണീറ്റ് പോ അവിടുന്ന്. വർത്താനം പറയാൻ പോലും മേലാതിരിക്കുന്ന അപ്പനെ വെറുതെ ദേഷ്യപ്പെടുത്താതെ. എന്റെ കർത്താവേ, ഇനി എന്തോന്നാ ചെയ്യുന്നേ? കാപ്പി ഇനി വേഗം കൊണ്ടുവന്നേ മോളെ. എഴുതിക്കോ. കഷായത്തിന് കോലരക്ക്, ചുക്ക്, മഞ്ഞൾ. വായിക്കേ. കഷായത്തിന് കോലരക്ക്, ചുക്ക്, മഞ്ഞൾ, നല്ല മുളക്, കുറുന്തോട്ടി വേര്, മാതളനാരകത്തോട്, ചെറുതേക്കിൻ വേര്, അമൃത്, കൊട്ടം, കുടംപുളി, പുലിനഖം, കാണപ്പൊടി ഇവ 2 കിഴഞ്ച് 2 ഡങ്ങഴി വെള്ളത്തിൽ വെന്ത് ഇരുന്നാഴിയാക്കി അരത്തുടം വീതം ഇന്ദുപ്പും ശർക്കരയും മേമ്പടി ചേർത്ത് ദിവസം 4 നേരം സേവിക്കുക. തളത്തിന് മതി വൈദ്യരെ, പത്തി വന്നതാ. ഇനി ഒരു അരിഷ്ടം, ആസവം, നെയ്യ്, എണ്ണ ഇവ കുറിക്കേണ്ടിയിരിക്കുന്നു. എന്താ ഇച്ചിരി പുട്ട് തന്നെ. നിർക്കേ. അയ്യോ, എന്റെ പഠിച്ചോനെ, ഇതെന്തൊരു കൂടോത്രം? ആ എത്തപ്പാന്റെ കൂടോത്രമായിരിക്കും. അവൻ കാശ് വെച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ശരിയാന്നേ. ഏനും കണ്ടേ നാനാര് പോണത്. ഈ കണക്കിലെ കൂട്ടുവച്ചോടെ നടന്നത് തന്നെ. എന്റെ മൈല, അവനെ ഒന്ന് വിളിക്കാമോ? അടുത്ത പറമ്പിലേക്ക് കയറുന്ന കണ്ടു. ഒന്ന് നോക്കിയിട്ട് വരട്ടെ. എന്താ കൂടോത്രക്കാരാ? എന്റെ പൊന്നച്ഛൻ പടച്ചനെ വിചാരിച്ചിന് ഇത്ര വേല ഞമ്മിട്ടാ കാണിക്കില്ലേ? എന്നാ
സഹോദര. സ്വന്ത ജാതിയിതെന്ന ചിന്തയിലെന്തു മെച്ചം കണ്ടു നീ? ബന്ധുവിൻ ഗൃഹമാശ്രയിച്ചതിൽ എന്തു നേടിയതിന്നു നീ? നീ സഹായം നൽകി ആർക്കതിനെന്തു ലാഭമിയെന്നഹോ? നീ സഹായം നൽകി ആർക്കതിനെന്തു ലാഭമിയെന്നഹോ? നീ മനസ്സിൽ നിനച്ചതെന്ത് ലഭിച്ചതെന്തു സഹോദരാ? ചിറകൊടിഞ്ഞൊരു തള്ളയും പൂഞ്ചിറകഴാ പൈതങ്ങളും എന്റെ കൊച്ചേലി, ചന്തയിൽ മീനിന് തീ പിടിച്ച വിലയാ. ഞാൻ ശകലം ഉണക്കയാ മേടിച്ചേ. വാ ഇരി. സാറിന് എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവുമില്ല കൊച്ചുമ്മ. എന്റെ പടച്ചോനി, അത് ഞാൻ ഒരാപത്തും വരുത്തല്ലേ. എന്റെ കൊച്ചുമ്മ, അത് ഞാൻ വല്ലതും വന്നുപോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരുണ്ടൊരു തുണ? മോളെ കെട്ടിച്ചില്ലെന്നേ ഉള്ളൂ. കൊച്ചുമ്മ, ഞാൻ ചത്തിട്ടേ അത് ഞാൻ മരിക്കാവൂവെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. മരണസമയത്ത് എൻ്റെ കണ്ണുകൾ അത് എൻ്റെ കൈകൊണ്ട് തിരുമ്മി അടയ്ക്കണമെന്നാ കൊച്ചുമ്മ എൻ്റെ ആശ. എൻ്റെ 14-ാമത്തെ വയസ്സിൽ ഈ കഴുത്തിൽ മിന്നുകെട്ടിയ ആ കൈ കൊണ്ട് എൻ്റെ കർത്താവിൽ എനിക്ക് വേറൊരു ആശയമില്ല. കേട്ടോ കൊച്ചുമ്മ? കാര്യം ചെയ്യും, ഈക്കിലൊടിച്ച് കാലിലിടും, അല്ല കെടുത്ത് അടഞ്ഞു പോകും. ഞാൻ പോയിച്ച് പിടിയുന്ന വരാം. കൂട്ടിച്ചോദ്യം ഉടനെ നടത്താമെന്നാ കുഞ്ഞാണ്ടമ്മ പറയുന്നത്. കേട്ടോ കുട്ടിച്ച, കുഞ്ഞാണ്ടമ്മയെ പോലെ ഇത്ര തങ്കപ്പെട്ട ഒരു പെണ്ണും പിള്ളേ ഞാൻ എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ഇയാൾ ഇത്രയൊന്നും പറയണ്ട. എന്നെ പറ്റി മനുഷ്യൻ അങ്ങനെ തന്നെയാ പറയുന്നത്. അല്ലെ താങ്കൾ അന്വേഷിച്ച് നോക്കിക്കേ. ഉറവച്ച് ഒഴിച്ചല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊള്ളാം. ഉറവച്ച് കഴിഞ്ഞാ പിന്നെ ഈ നാട്ടിൽ അങ്ങനെ പറ. ഇവളെ പോലെ ഡീക്കടിക്കുന്ന ഒരു പെമ്പറന്നവരെ എന്റെ ആയുസ് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ കുടുംബക്കാരെ അല്ലേലും വലിയ തണ്ടുകാരാ. ഓ, നിങ്ങളുടെ കുടുംബത്തെക്കാളൊക്കെ നല്ലതാ ഞങ്ങളുടെ കുടുംബം. അല്ലെങ്കിൽ ആരുടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കിക്കേ. ആ കേട്ടോ പിലിച്ചേട്ടാ, മാർത്തോമാശ്ലീഹ ഇവിടെ വന്നപ്പോ ഇവരുടെ കുടുംബക്കാരാ കേറിക്കിടക്ക ഇടം കൊടുത്തത്. പിലിച്ചേട്ട കേട്ടിട്ടില്ലയോ? ഇത്ര ഇരിക്കാനൊന്നുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ 2 അച്ഛന്മാരുണ്ട്. തീർച്ചയായിട്ടും ചോദിച്ചേ ഇവരുടെ കുടുംബത്തിൽ എത്ര അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഉണ്ടെന്ന്. അച്ഛനും കന്യാസ്ത്രീ ഉണ്ടെങ്കിൽ നല്ല കുടുംബക്കാരാകത്തുള്ളൂ. എന്നാ പിലിച്ചേട്ടാ? ഒന്നുമില്ല. എന്നാ ചുമ്മാരി എന്റെ കുടുംബത്തിന്റെ പൊണ്ണക്കാര്യം പറയാതെ. അവർക്ക് തല ചെയ്യാൻ കണ്ട സ്ഥലം മുതുക്കായിട്ട് സുന്ദരിയമ്മ. എനിക്ക് അത്ര മുതുക്കൊന്നും ആയില്ല. ഇല്ലേ പിലിച്ചേട്ടാ? ഈ കസര ഒടിച്ചുകളല്ലേ കർത്താവിനെ ഓർത്ത് നീ ഇവിടെ ഇരുന്നു. എനിക്ക് അങ്ങനെ കനവൊന്നുമില്ല. ഇല്ല. അവളോട് അപ്പഴേ പറഞ്ഞ കുടുംബക്കാരി എന്നെ നടു ഒടിച്ചു. വീഴുന്നെങ്കിൽ കസേരയെന്ന് വീഴണം. കൊച്ചുമ്മ, അയാളെ ഇങ്ങ് വിളിക്ക. അല്ലേ ചേച്ചി, ആടിനെ വിൽക്കണ്ടേ? അപ്പന് മരുന്ന് മേടിക്കണ്ടേ മോളെ? അപ്പനേക്കാൾ വലുതാണോ ആട്? നമുക്ക് കാശുണ്ടാകുമ്പോ വേറെ ആടിനെയും കുട്ടിയെ മേടിക്കാം. വേണ്ട വേണ്ട. അണ്ണേ അണ്ണേ വന്നേ. എന്തിന്? വാ. ആടിനെ പിടിച്ചോണ്ട് പൊയ്ക്കോ മുതലാളി. ഇപ്പൊ അങ്ങനെ നോക്കാൻ വല്ലതുണ്ടോ? എന്നെ ദൈവേ, എന്നെ കാശുണ്ടായിരുന്നേ മേടിച്ചോണ്ടേന്. ഞാൻ ആടിനെ തരത്തില്ല. നീ ഇങ്ങ് മാറിപ്പോടി. നീ ഇത്ര മണ്ടിയാണോ? കുട്ടിയെങ്കെ ആ പരിയത്തെങ്ങാനും കാണാം. ദേവി ഒന്ന് പിടിച്ചു കൊടുത്തേ. പിന്നെ എവിടെ പോയി?
കൊച്ചുമ്പ്രാട്ടി ഇവിടെ ഉണ്ട്. മോനെ ആട്ടുകുട്ടി ഇങ്ങ് തന്നേരം മോനെ. എന്റെ മോനല്ലേ വേണ്ട മുതലാളി, ആടിനെ കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാ കൊച്ചുമ്പ്രാട്ടി? പറഞ്ഞ വിലക്ക് കൊടുക്കുമോളെ. ഞാൻ ആശുപത്രി പോയിച്ചാ വരുന്നത്. പടച്ചും കൃപ ചെയ്താൽ ഇനിയും ഞമ്മക്ക് ആടുണ്ടാവും. വേഗം കൊണ്ടുപോയിക്കോ. എന്റെ മോനെ പോരെ. മോനെ മിഠായി മേടിക്കാൻ. എന്താ കുടുന്തേൽ? കൊച്ചുമലയാളി ഒന്ന് കാണാമെന്ന് വെച്ചാ വെള്ളപ്പൊക്കം കൊണ്ട്. ശരി, ഇത് വേഗം വാങ്ങിച്ചുകൊണ്ട് വരും, ഒട്ടും താമസിക്കരുത്. അപ്പന് സൂക്കേട് വളരെ കൂടുതലാണ്. മരുന്ന് മേടിക്കാൻ 30 രൂപ വേണം. ഞാൻ എന്നാ ചെയ്യാനാ? എന്നാ പുറക്ക് കുറെ നെല്ലിരിപ്പുണ്ട്, ഞാൻ വിറ്റ് നാളെ കായ് തരാം. അത് പോരല്ലോ, ഇപ്പൊ വേണം. കൊച്ചുമ്പാട്ടി ഒരു കാര്യം ചെയ്യും, മലയിലെ വല്യമ്പാട്ടോട് ചോദിച്ച രൂപ കിട്ടും. അത് വേണ്ട ദേവി. 30 രൂപ? അത് ആ പാവപ്പെട്ട കന്യകയെ ഒരു യാചകയാക്കി. പകലന്തിയോളം പാടുപെടുന്ന പരമദരിദ്ര കാട്ടൂക്കാരി ഉമ്മ അവരുടെ അന്നോളമുള്ള സമ്പാദ്യം പൂർണ്ണ ഹൃദയത്തോടെ ചിന്നമ്മയെ ഏൽപ്പിച്ചു. പിതാവിന്റെ ജീവൻ, അത് ലോകത്തിലുള്ള എല്ലാ ജീവനെയുംകാൾ അവൾക്ക് വിലയുള്ളതായിരുന്നു. കണ്ണുനീരിന്റെ കൈക്കുമ്പിളുമായി അവൾ ഓടുകയാണ്. വിയർപ്പുകൊണ്ട് മണ്ണിനെ നനയ്ക്കുന്ന കൃഷീവലൻ എത്തപ്പാൻ അവനാലാവത് അവളെ സഹായിച്ചു. അങ്ങനെ അവൾക്ക് കിട്ടിയത് 6 രൂപയാണ്. ഇനി 24 രൂപയാണ് വേണ്ടത്. ദാനം ചെയ്ത് ചെയ്ത് ദരിദ്രനായ ഈ ചെറുപിള്ള മാത്രമേ ഇനി അവസാന ശരണമായുള്ളൂ. പറയൂ, എന്താ വിശേഷം? എന്തിനാണ് അമ്മച്ചി വിളിച്ചത്? ചേട്ടത്തെ കണ്ടിട്ട് കണ്ടിട്ട് കുറച്ച് രൂപ കടം ചോദിക്കാനാണ്. അപ്പന് മരുന്ന് മേടിക്കാം. ലൂക്കാസാൻ എന്ത് പറ്റി? അപ്പൻ സുഖമില്ലാതെ ആശുപത്രിയിലാണ്. 2-3 ആഴ്ചയായി. ഒരു കുറവുമില്ല. ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോയിക്കൊള്ള. ഒടുവിൽ കഷ്ടം. എന്താ സോക്കട്? ജ്വരവാ. തല തോർത്തു. ചേട്ടത്തി ഒന്ന് വിളിക്കണമല്ലോ. പനി പിടിക്കാതിരിക്കട്ടെ. എത്ര രൂപയാ വേണ്ടത്? രൂപ ഞാൻ തന്നാൽ പോരെ? ഈ രാത്രിയിൽ അമ്മച്ചി ശല്യപ്പെടുത്തണം. എങ്കിലും ചിന്നമ്മേ, ഈ രാത്രിയിൽ കൊടും കാറ്റിലും മഴയിലും തനിച്ചു വന്നു കളഞ്ഞല്ലോ. കുറെ പാലേ വരാൻ പാടില്ലായിരുന്നു. അവസാനമായി ഒരു മരുന്ന് കൂടി കൊടുത്തു നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് 30 രൂപ വിലയാണ്. എനിക്ക് ജീവിതത്തിൽ ആശിക്കാനൊന്നുമില്ല. ആശിച്ചാൽ ഫലമില്ലെന്നും എനിക്കറിയാം. നിൽക്കൂ. എനിക്ക് 24 രൂപ മതി. ഞാൻ ആ സമയത്ത് ഒന്ന് ശല്യപ്പെടുത്തിയത്. സാരമില്ല. ഞാൻ പോട്ടെ.
ചേട്ടത്തോട് പറഞ്ഞേക്കണേ. മഴ ഇപ്പോഴും പെയ്യുന്നുണ്ട്, തീർന്നിട്ട് പോയാ പോരെ? മഴ സാരമില്ല. പറഞ്ഞാ കേൾക്കാത്തതിന്റെ അനുഭവം. ആരാ പിള്ളേത്? സായിച്ചേനെ കൊച്ചമ്പ്രാട്ടി. എന്നെ ദൈവേ, ഞാനങ്ങ് പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു വല്ല എച്ചിയും വേണ്ട ക്രാത്തിയെ തട്ടിക്കൊണ്ട് പോവാനെ കൊണ്ട് വന്നതാണെന്ന്. കൊച്ചമ്പ്രാട്ടി എന്നാ വന്ന് ഈ നടുപ്പാതിരാ നേരത്ത് അടിയങ്ങൾ പേടിച്ചും വിറച്ചിരിക്കുക. അയ്യോ കൊച്ചമ്പ്രാട്ടി, അങ്ങ് ആ തീക്കലോട്ട് മാറി വെക്ക്. താത്തേ, ആ പുട്ടിലങ്ങ ഇട്ടുകൂടെ. മല്യമ്പ്രാനെ തീനവും തെണ്ണുമാണെന്ന് കേട്ടു. എങ്ങനെ ഇരിക്കണ കൊച്ചമ്പ്രാട്ടി? ഏതൊന്ന് ആശുപത്രിയിലോട്ട് പോണമെന്ന് വിചാരിച്ചിരിക്കുക. ഒക്കെ ഈ പറഞ്ഞതിന്റെ കൂട്ട് മയച്ചിന്ന് ഒരു കേറ്റം. ഞാനെന്റെ കുഞ്ഞാലും മൂപ്പ ആ മലയിലെ വീട് വരെ ഒന്ന് പോയി. അപ്പന് സൂക്കേട് വളരെ കൂടുതലാ. ഒരു മരുന്ന് മേടിക്കണം, അതിന് രൂപ കഴിഞ്ഞില്ല. എങ്കിലും ഈ ശാസ്ത്രയിൽ ഇറങ്ങി നടന്നോളാം ഞാൻ. എന്നെ പേടിക്കാനാ ദേവി? അപ്പന്റെ ജീവനേക്കാൾ വലുതായി എനിക്ക് വല്ലതുമുണ്ട്. എന്നിട്ട് രൂപ കിട്ടിയോ കൊച്ചമ്പ്രാട്ടി? കിട്ടി. തങ്കച്ച രൂപ തന്നു. വെട്ടം കണ്ടോണ്ട് ഇങ്ങോട്ട് കയറുക. അപ്പൊ ഞാൻ പോട്ടെ ദേവി. എന്താ മൂപ്പൻ ഊത്ത് പിടിക്കാൻ പോകുന്നുണ്ടോ? ഓ കൊച്ചമ്പ്രാട്ടി ഒച്ചയ്ക്ക് പോകണ്ട. എച്ചിയും അറോലയൊക്കെ ഇറങ്ങി നടക്കണ നേരമേ. ചോരയും നീരുമുള്ള പെൺപിള്ളേരൊക്കെ ഉണ്ട്, അതുങ്ങൾ ഈന്തി കുടിച്ചളെ. എന്റെ മോളൂടെ കൊച്ചമ്പ്രാട്ടിയുടെ കൂടെ പോ, ആ പുട്ടിലും എടുത്തണ്ട്. പറഞ്ഞത് കേട്ടില്ലയോ? കല്യാണത്തിന്റെ തീയതിയും പറ്റി ഉറപ്പിക്കാൻ. അത് ഞാനെന്ത് വേണം? നീ ഒന്നും വേണ്ട. നിന്റെ ചിറ്റപ്പന്മാർക്കും കാരണവന്മാർക്കും ഒക്കെ സമ്മതമാണ്. ഇനി നീ സമ്മതിച്ചാൽ മതി. കുറെ കഴിഞ്ഞിട്ട് പോരേ? ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടോ? ലൂസിയെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണെന്നൊന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ അമ്മച്ചി എന്നെ പറഞ്ഞാൽ മതി. നിനക്ക് എന്താ ഇന്ന് ഇത്ര ഇടങ്ങേട്? എനിക്ക് ഇടങ്ങേടൊന്നുമില്ല. പിന്നെ ഇന്ന് പോയേച്ച് വന്നപ്പം മുതൽ നിന്റെ മുഖത്തൊരു വിഷാദം. എന്തോന്നാടാ കാര്യം പറ. ഒന്നുമില്ല അമ്മ, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ നോക്കുന്നു. നാളത്തെ കാറ്റത്തും മഴയത്തും വീണതായത്. ഓ, എന്തൊരു ഭയങ്കരമായിരുന്നു ആ രാത്രി. ഇതൊരു നളതെന്നല്ല, ജീവനുണ്ടായിരിക്കും. ലൂക്കോസാറും സൂക്കയുടെ കുറവായില്ലേ? 3-4 ദിവസമായി കുറവുണ്ട്. അന്ന് ആ കാറ്റ് മഴ ഉണ്ടായെന്ന് അപ്പൻ വളരെ കൂടുതലായിരുന്നു. ഞങ്ങളെല്ലാം വിചാരിച്ച് അപ്പൻ മരിച്ചു പോകുന്നു. സാറിന് സൂക്കേട് വന്നില്ലായിരുന്നെങ്കിൽ ചിന്നമ്മയുടെ കല്യാണം ഇതിന് മുമ്പേ നടന്നേനെ. ചികിത്സയ്ക്ക് ഇപ്പോൾ ഒത്തിരി രൂപ ആയി കാണുമല്ലോ. 100 രൂപ ആയി കാണും. അത്രേ ഉള്ളോ? എവിടെ കിട്ടി രൂപ? പലരോടും കടം മേടിച്ചു. മലയക്കാരോടും കുറച്ച്. മലയക്കാരോടോ? ചിന്നമ്മയാണോ മലയിൽ പോയത്? അതെ. തങ്കച്ചനുണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. കുഞ്ഞാണ്ടമ്മയില്ലായിരുന്നു? ഞാൻ കുഞ്ഞാണ്ടമ്മയെ കണ്ടില്ല. സിംഗപ്പൂരിന് പോകുന്നതിന് മുമ്പായിരിക്കും. കുടിഞ്ഞു പോയി. ഇതൊന്നും ചിന്നമ്മ ആരോടും പറയരുതേ. ഇല്ല. എന്നിട്ട് കേട്ടോ, പിന്നെ ഒരിക്കൽ ഞാൻ തങ്കച്ചൻ്റെ വീട്ടിൽ പോയി. അദ്ദേഹം ഓടക്കുഴൽ വായിക്കായിരുന്നു. എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ പാടുന്നത്? ആര് കേൾക്കാനാണെന്ന് ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അങ്ങ് കൊച്ചുനാളിൽ സിംഗപ്പൂരിൽ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിനൊരു കളിത്തോഴി ഉണ്ടായിരുന്നു, ചെടിയ. അദ്ദേഹം ഓടക്കുഴൽ വായിക്കുമ്പോൾ അവൾ പാടുമായിരുന്നു. അവളെ അദ്ദേഹം പൈങ്കിളി എന്ന് വിളിച്ചിരുന്നു. അവളുടെ ആത്മാവ് കേൾക്കാനാണത്ര അദ്ദേഹം പാടുന്നത്. അവൾ മരിച്ചുപോയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനം ഉണ്ടായത്. എന്നെ പൈങ്കിളി എന്ന് ഒന്ന് വിളിക്ക് തങ്കച്ച എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത്. എനിക്ക് സങ്കടം തോന്നുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഒരിക്കൽ ഞാൻ തങ്കച്ചൻ്റെ ഫോട്ടോ ചോദിച്ചു. ഞാൻ ആർക്കും കൊടുക്കുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഈ വിവരം എൻ്റെ കൂട്ടുകാരികളെ അറിയിച്ചു. അവരെനിക്ക് എഴുതി കല്യാണം കഴിഞ്ഞിട്ട് ഇതിനൊക്കെ പകരം വിട്ടണമെന്ന്. ഓ, ഇനിയും കിടക്കുന്ന ഒത്തിരി പേർക്ക് എഴുത്തയക്കാൻ. കല്യാണത്തിന് ആഭരണങ്ങളൊന്നും തീർപ്പിക്കുന്നില്ലേ? ഇല്ല.
കഴുത്തിലൊന്നും ഇടാൻ ചിന്നമ്മ പള്ളി പോകുന്നത്? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ പോട്ടെ. ചിന്നമ്മേ, കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകാൻ ആഭരണമല്ലേ ഞാൻ തരാം കേട്ടോ. ആരാ മോനെ? ഞാൻ അറിയത്തില്ല. എന്നാന്ന് ചോദിച്ചാ ചുമ്മാ. ഇവന്റെ പേരെന്നാ? തൊമ്മിന്ന്. ചേട്ടന്റെ പേരെന്നാ? ചക്കരവക്കൻ. ചക്കരയോ? മധുരിക്കുമോ? മധുരിക്കുമോന്ന് ചോദിച്ചാ ചുമ്മാ മോനെ. കുഞ്ഞു പോയി ഇത്തിരി തീയിങ്ങാട്ടെടുത്തോണ്ട് വന്ന്. എനിക്ക് ഈ സിഗരറ്റ് ഒന്ന് കത്തിക്കാനാ. ഞാൻ കൊണ്ടുവരാം. വേണ്ട വേണ്ട, എന്റെ തീപ്പെട്ടി ഉണ്ട്. ഇപ്പൊ പണത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കുമല്ല. ദേ 5 രൂപയുണ്ട്. ഞാനൊരു ചിട്ടി ചേർന്നതാ. പെങ്ങളോട് പറയല്ലേ. ഇപ്പൊ പണത്തിന് ആവശ്യമില്ല. മേടിച്ച അമ്മാമ്മച്ചി. ചിപ്പടാ. ഇയാടെ മുഖം എന്നാ അമ്മച്ചി? കുരങ്ങൊഴിക്കുന്നത്. ചതി പ്രസംഗി. അമ്മച്ചി വരട്ടെ, ഞാൻ പറയാലോ. അമ്മച്ചി വേണ്ടങ്ങ് പോകാൻ പറഞ്ഞ ചെവി ഞാൻ പൊന്നാക്കും. എന്നാ പ്രാന്ത്? ഇന്നാള് നമ്മളെ കണ്ട് എത്തിയതാണെന്ന് വിചാരിച്ച് ആ മൈലങ്ങളാത്തനും എത്തപ്പനാരും കൂടെ പേടിച്ചോടി തൊണ്ടുരുണ്ട് വീണു. കൊച്ചമ്പ്രാട്ടി അറിയാം? ഇല്ല. നനച്ചിട്ട് തമ്പരാനെല്ലാം നല്ല സ്വഭാവമായോ? ഓ, നാളെ പോവാമെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ദൈവം സഹായിച്ചു കേട്ടോ തമ്പ്രാൻ. ആ കൊച്ചമ്പ്രാട്ടി അന്ന് നടുക്കുറ്റാം പാതരാക്കി ഒറ്റയ്ക്ക് മലയിലെ മംഗളാവി പോയി തങ്കച്ചൻ കൊച്ചമ്പ്രാനെ കണ്ട് രൂപയും മേടിച്ചോണ്ട് മരമ്പം ഏനിരുന്ന് ഊത്ത വില കെട്ടുമായിരുന്നു. അന്ന് നമ്മുടെ ആയ കാലത്ത് എന്ത് ഊത്ത പിടിച്ചിരിക്കുന്നു കുഞ്ഞോല. അന്ന് ആ പുതിച്ചറ കണ്ടെത്തിന്ന് ഊത്ത പിടിച്ച ചിന്ന ഒറ്റയ്ക്കാണോ മലയിൽ പോയത്? അയ്യോ, തമ്പ്രാനൊന്നും അറിഞ്ഞില്ലയോ? ഞാൻ അങ്ങോട്ട് പോട്ടെ തമ്പ്രാൻ. അപ്പ എന്താ പാപ്പന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നേ? ഓ സത്യം, മാറി നിൽക്ക്. നീ എന്നെ തുടരുത്. പൊയ്ക്കോ എന്റെ കൺവെട്ടത്തുന്നു. നിനക്കെന്നെ കൊല്ലാമായിരുന്നു എന്നോടി. അതായിരുന്നു ഇതിലും ഭേദം. ഇതിനാണോ നിന്നെ ഞാൻ പൊന്നിലെ പൂ പോലെ ദൈവം തന്ന വിധി പോലെ വളർത്തിക്കൊണ്ട് വന്നത്? അയ്യോ, അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തപ്പാ? എന്ത് ചെയ്തെന്നോ നിനക്ക് അറിഞ്ഞുകൂടായില്ലേ? ഇല്ല. അയ്യോ, നിന്നെ കൊന്നു കളഞ്ഞാലും എന്റെ ദേഷ്യം തീർത്തില്ലടി. കുടുംബത്തിന്റെ മാനം കെടുത്താൻ പിറന്ന പരമദ്രോഹി. ദാരിദ്ര്യത്തിന്റെ എഴുതിയിൽ നിന്നെ ലാളി ചോമനിച്ച് വളർത്തിയത് ഇതിനായിരുന്നു അല്ലേ? എന്റെ എല്ലാ കഷ്ടപ്പാടുകളും നീ മാത്രമായിരുന്നടി എനിക്ക് ദാനെണ്ണം. നിന്നെ ഒരുത്തിയെ മാത്രം ഓർത്താണ് ഞാൻ ജീവിക്കാൻ തന്നെ ആഗ്രഹിച്ചു. നീ ഇനി എന്നെ അപ്പൻ എന്ന് വിളിക്കരുത്. ഞാൻ നിന്റെ അപ്പനുമല്ല, എന്റെ മകളുമല്ല. ഇനി നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പൊയ്ക്കോ, പൊയ്ക്കോ. അയ്യോ, എന്റെ ദൈവമേ, അപ്പൻ എന്താണ് ഈ പറയുന്നത്? അപ്പൻ എന്ത് പറ്റി? എന്നോട് ഒരിക്കലും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൻ എന്തൊക്കെയോ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പ എന്നോടൊന്ന് പറയൂ. ഇതാ അപ്പന്റെ മകൾ നിൽക്കുന്നു. മകള് രാത്രികാലത്ത് നിനക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ അറിയാമില്ലേ? എന്ത്? എപ്പോ? നീ രാത്രി ഒറ്റയ്ക്ക് മലവെട്ടി പോയില്ലേ? പോയി. എന്നിട്ട് വെളുപ്പിലല്ലേ നീ തിരിച്ചു വന്നത്? ഓ, അതാണോ? ഞാൻ പറയാം അപ്പ. അവൻ നിനക്ക് പണം തന്നില്ലേ? തന്നു. അപ്പന് മരുന്ന് മേടിക്കാൻ. ഓ മതിയടി, ഇനി നീ ഒന്നും പറയണ്ട. ഡോക്ടർ ഒരു നിവൃത്തിയില്ല. ഞാൻ ചത്ത ചാകട്ടെന്ന് വയ്ക്കാമായിരുന്നല്ലോടി. ഇതിലൊക്കെ എത്രയോ ഭേദമായിരുന്നു മരണം. അന്ന് നീ കപ്പയെത്താൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചു നീ പേഴയാണെന്ന്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, മരിച്ചാലും ചെയ്യുകയുമില്ല. ഇത് തീർച്ചയാണ്. അപ്പന്റെ എന്നെ തൊഴിലില്ല. എന്താന്നാ ഇത്? എടാ മുതുക്ക, ദേഹം അനക്കരുന്നല്ലേ ഡോക്ടർ പറഞ്ഞു ചെയ്ത്. കിടക്കൂ. അയാൾ ഗുസ്തിമുറ അഭ്യസിക്കുന്നു. ഒന്നും പറയല്ലേ.
വാ കിടക്കൂ. അയാൾ ഗുസ്തിമുറ അഭ്യസിക്കുന്നു. ഒന്നും പറയല്ലേ. വാ മധുമാസമായല്ലോ മലർവാടിയിൽ പ്രേമമണി വീണയതു മീട്ടാൻ വരുമോ സഖി. ജീവിതാനന്ദ മണിക്കോവിലിൽ എന്നു മണയാത്ത ദീപമായി വരുമോ മധുമാസമായല്ലോ മലർവാടിയിൽ പ്രേമമണി വീണയതു മീട്ടാൻ വരുമോ സഖി. മമ ജീവിതാനന്ദ മണിക്കോവിലിൽ എന്നു മണയാത്ത ദീപമായി വരുമോ മധുമാസമായല്ലോ മലർവാടിയിൽ പ്രേമമണി വീണയതു മീട്ടാൻ വരുമോ സഖി. മന്ത്രകോടിയുമായി സന്ധ്യാവധൂ വന്നു മാറത്തു ചാത്തുമീ നവമാലിക. മന്ത്രകോടിയുമായി സന്ധ്യാവധൂ വന്നു മാറത്തു ചാത്തുമീ നവമാലിക. ആ മാനസേശ്വരി നീ മാത്രമെൻ സഖി. ജീവിതാനന്ദ മണിക്കോവിലിൽ എന്നു മണയാത്ത ദീപമായി വരുമോ ജന്മനമാശ കല്ലോലമായി അതിലൊഴുകുന്ന കളിയോടമായി. ജന്മനമാശ കല്ലോലമായി അതിലൊഴുകുന്ന കളിയോടമായി. പിരിയാതെ ജീവിതം പ്രിയമാർന്നു ജീവിതം മാനസമാശ കല്ലോലമായി അതിലെന്നും ഒഴുകും നാം കളിയോടമായി. കുറെ നാളായി അയാളെ പിരിച്ചുവിടണമെന്ന് ഇരുന്നതാണ്. അയാളെ കൊണ്ട് പഠിപ്പിക്കാൻ കൊള്ളുകയില്ലെന്നേ. ആകെപ്പാട് ഇവിടെ ഒരു പള്ളിക്കൂടേ ഉള്ളൂ. ശമ്പളം കൊടുത്താൽ വേറെ നല്ല ആളുകളെ കിട്ടിയില്ലേ സാറേ പഠിപ്പിക്കാൻ. ഇന്ന് അത് ഏതായാലും തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. പിന്നെ എന്തൊക്കെയാണ് വിഷയം? നമ്മുടെ ലൂസിയുടെ കല്യാണക്കാര്യമൊക്കെ തീർച്ചപ്പെടുത്തിയിരിക്കുക. തീയതി നിശ്ചയിച്ചില്ല കേട്ടോ. എങ്ങനെ ഒരു കുട്ടിയൊന്നും അറിയിക്കുക. ഏതായാലും കുട്ടി ക്ഷണിച്ചില്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഏതായാലും കേട്ടെ. സാർ നെറ്റ്മാൻ സാർ വിളിക്കുന്നു.
സാറേ, സാർ ഇന്ന് തന്നെ ജോലിയിൽ നിന്ന് പിരിയുക. ഞങ്ങളുടെ പാരിതോഷികമായിട്ട് ഇത് ചെയ്യും. ഒരു കൊല്ലത്തേക്ക് കൂടെ എല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നമസ്തേ. പിന്നെ എന്താ പിന്നേക്ക് ഇതെന്നതാ? അത് നിന്റെ മോടെ കയ്യിൽ കൊടുത്തേക്ക്. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവള് പാടുപെട്ട് കടം വാങ്ങിച്ചതല്ലേ, കൊണ്ടേ കൊടുത്തേക്ക്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്, പറഞ്ഞേക്കാം. എനിക്ക് വസ്തു വേണ്ടിയിട്ടൊന്നുമല്ല, പിന്നെ ആശാനെ ഒന്ന് സഹായിക്കാമല്ലോ എന്ന് കരുതിയാണ്. രൂപ ഇന്ന് തന്നെ വേണം. അയ്യോ, അത്യാവശ്യമാണ്. എൻ്റെ കയ്യിൽ ഒരു 300 രൂപയുണ്ട്. ബാക്കി 400 ഒരു 2 ദിവസം കഴിഞ്ഞ് തരാം. നാളികേരം ഒന്ന് വിൽക്കണം. എന്താ അത് കഴിഞ്ഞ് പോരെ ആധാരം? ആധാരം ഇന്ന് തന്നെ അങ്ങ് എഴുതിപ്പിക്കാം. കുട്ടിയെ എനിക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് വിസമ്മതമൊന്നുമില്ല. എന്നാ രാഹുകാലത്തിന് മുമ്പ് നമുക്ക് അങ്ങ് എഴുതിപ്പിക്കാം. എന്നാ ഒച്ചമ്പ്രാട്ടി ഇങ്ങനെ വിചാരിച്ചോണ്ട് നിക്കണേ? ഓ, ഒന്നുമില്ല. നീ എവിടെ പോയിട്ട് വരുന്നു? അടിയനത്തിരി പുല്ലിയെത്താറെ കൊണ്ട് പോയച്ചു വരുവാ. കൊച്ചമ്പ്രാട്ടിയുടെ കല്യാണമൊക്കെ ഉറച്ച കൊച്ചമ്പ്രാട്ടി, ആ ചക്കരവത്തായി നാനാരുടെ മോനുമായിട്ട്. ഓ, ആ കൊച്ചു നാനാലൊരു ഗുണമില്ല, കൊച്ചമ്പ്രാട്ടിക്ക് ചേർത്തില്ല. എന്ത് ചെയ്യാൻ ദേവി? അപ്പം നിശ്ചയിച്ചതിനെതിര് പറയാനൊക്കോ? എല്ലാം ദൈവം വിധിച്ച പോലെ നടക്കും. എന്നാലും എന്ന ദൈവേ കുട്ടിച്ച കാണുന്നെങ്കിൽ അഗ്നിഭായിയുടെ ഡാൻസ് കാണും. എന്നാ ഭായി? അഗ്നിഭായി, അഗ്നിഭായി, അഗ്നിഭായി ഡാൻസ് വേണോ പീലിച്ച? ഞാൻ അന്നങ്ങനെ പറഞ്ഞെങ്കിലും ഡാൻസ്. കുട്ടിച്ച ഡാൻസ് മൈക്കും ഇല്ലാത്ത കല്യാണം ഇന്നുണ്ടോ? ഓരെങ്കിലും ആരുടെയാ കല്യാണം? ഡാൻസ് ഒത്തില്ലെങ്കിൽ മോശമാ പീലിച്ച. ഒക്കാതെ എവിടെ പോകാനാ കുട്ടിച്ച? അല്ല അത് വേണ്ട, ഇവിടെ വന്നിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് ഡാൻസ് ഇട്ട് നോക്കിക്കളയാം. ഇപ്പോൾ തന്നെ വേണം. കൊള്ളാമോ കൊള്ളില്ലെന്ന് കുട്ടിച്ചൻ തന്നെ കാണും. നമുക്കൊന്ന് കാണാമോ ഡാൻസ് എങ്ങനെ ഇരിക്കണമെന്ന്? ഓഹോ, വിളിക്ക് വിളിച്ചേട്ടാ. അഗ്നി, അഗ്നിഭായി. ഇതാണ് മുതലാളി. മുതലാളിക്ക് നിങ്ങളുടെ ഡാൻസിന്റെ സാമ്പിൾ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഉള്ളതിൽ നല്ല ഒരെണ്ണം നോക്കിയും കത്തിച്ച് മിന്നണം. നന്നായ സമ്മാനം തരുന്ന ആളാ. ഉപകരണങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെയാ ഡാൻസ് ചെയ്യുന്നത്? അതൊക്കെ കല്യാണത്തിന്റെ അന്ന് മതിയെന്ന്. ഇന്ന് ചുമ്മാതെ ഒന്ന് ഡാൻസ് ചെയ്യാൻ മതി. മോളെ അമ്മച്ചിയെ വിളി. ഈ കച്ചിത്തുറവിനെ കൊണ്ട് തല്ലി പഠിക്കാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്റെ പണം തരൂ. നിന്നെയൊക്കെ ഞാൻ കച്ചേരിയിൽ കേട്ടില്ലെങ്കിൽ എന്റെ പേര് അഗ്നിഭായല്ലോ. എടി, എന്റെ വീട്ടിൽ തന്നെ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇനി നീ ബോറും മേടിക്കും. കൈ പടിയാവുന്ന അവൻ വ്യാപാരം തന്നെ ചുറ്റിക്കാൻ വന്നിരിക്കുമല്ലേ. എടോ, എന്റെ പണം തരൂ. ഇയാളാണോ തന്നെ? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങി വയ്ക്കാം. എല്ലാം പറഞ്ഞതുപോലെ തന്നെ. ഈ 300 കല്യാണത്തിന് തന്നെ തികയത്തില്ല. ബാക്കി 200 ഉടനെ തന്നെ തരണം. ഇന്ന് വ്യാഴം, അടുത്ത ഞായറാഴ്ചക്കാണ് തീർച്ച. പിന്നെ കാര്യങ്ങളെല്ലാം മുറക്കി നടന്നോട്ടെ. വാസിക്ക എത്ര പേര് കാണും ഉണ്ണാൻ? ഞങ്ങളൊരു 20 ആണുങ്ങളും 10 പെണ്ണുങ്ങളും കാണും, അത്രേ ഉള്ളൂ. ആ, പിന്നെ പിള്ളേരും കണ്ടേക്കും. അയ്യോ, ഇപ്പൊ വലിയവരെക്കാളും കൂടുതൽ ചോറ് കണ്ടുന്ന പിള്ളേരാ. പിന്നെ ചെക്കനെ കണ്ടാൽ കൊള്ളായിരുന്നു. അതിനെന്താ? എടാ അക്ക, ഇവരൊന്ന് വന്നേ. നോ, എന്നതാ പറഞ്ഞത്? ഇതാ വരുന്നോ വെച്ചോ. ആ കരിയാ ഇപ്പോഴത്തെ ഭാഷയൊക്കെ. ഓ, ഞാൻ തന്നെ ചെന്നങ്ങ് കണ്ടുകിടാൻ വന്നേ. എത്ര തന്നെ അതെല്ലാം പോയി കടത്തിലായി. ഞങ്ങൾ എന്നെ കൂടപ്പറപ്പുകളെ പോലെ ജീവിച്ചവരാ. അതും പോകട്ടെ, ആ പെൺകൊച്ചിനെ ആണെങ്കിൽ ശ്രീധരൻ കൊടുത്തില്ലേലും ആരെങ്കിലും കല്യാണം കഴിച്ചോണ്ട് പോയിക്കോളും. അത്രയ്ക്ക് ചുവള്ള ഒരു പെണ്ണാവള്. ഒന്ന് ചുമ്മാ അതിരി എന്റെ അച്ചായ. വെള്ളത്തിൽ ചുമന്നിരുന്നാൽ മാത്രം മതിയോ? അവളെ വല്ല നാടകത്തിനെ സിനിമയ്ക്കോ വിടട്ടെ. എന്റെ ആങ്ങൾക്ക് അവള് ചേർത്തില്ല. വെളുപ്പിച്ചിട്ട് കുറവുള്ള പെണ്ണ് മതിയായിരുന്നു. ഇതിപ്പോ നോക്കിക്കോ, അവള് വലത്തുകാലം വെച്ച് ഇങ്ങോട്ട് കയറുന്നതിന്റെ പിറ്റേ ദിവസം അച്ചാരി അമ്മച്ചേം തല്ലിപ്പുറത്ത് ചാടിക്കും. കാണാൻ പോകുന്ന പൂരം പറഞ്ഞു കേൾപ്പിക്കണ്ടല്ലോ. ഇനിയിപ്പോ പറഞ്ഞോണ്ട് എന്നാ പ്രയോജനം? അതും പോകട്ടെ, ചെറുക്കൻ കയറി ചെന്നാൽ നാഴി വെള്ളം കിട്ടുമോ? 365 ദിവസവും പട്ടിണി കിടക്കുന്ന ഒരു വീട്. എന്റെ കർത്താവേ, എന്റെ ആങ്ങൾക്ക് ഇത് വന്നല്ലോ. പെങ്ങൾക്കൊന്ന് പോകാൻ ഓടുന്നു. എടാ എടാ നാണം കെട്ടവനെ, നീ ആനന്ദ കുളത്തിൽ പറഞ്ഞവനാണടാ. നീ എന്താടാ ആ പെണ്ണിന്റെ പുറകെ പലഹാരപ്പതി കൊണ്ട് പോയത്? ഓ, ചെവി തുറന്ന് വഴി നടക്കാൻ മേല. ഓരോരുത്തർ പറയുന്നത് കേൾക്കണം.
കണക്കായി പോയി. എനിക്ക് മനസ്സിലായിട്ടാ. ആ പഴപ്പെട്ട പെണ്ണിന്റെ തൊലിയുടെ വെളുപ്പ് കണ്ടപ്പോൾ ചെറുപ്പം പൂതി കളയി പോയി ചാടാ നല്ല നേരം നോക്കി. എന്തിനാ അപ്പനെ പറയുന്നത്? ഇവനെ വേണം അവന്റെ തൊഴിക്കാൻ. പെങ്ങൾ ചുമ്മാ കിടന്ന് ചാടാതെ പെങ്ങളെ, ഒരുമാതിരി ബാലൻസ് ഒക്കെ വേണ്ടേ? പെങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ പെണ്ണിനെ കെട്ടുന്നില്ല. അയ്യോ, ഇത്ര പെങ്ങൾ ഇഷ്ടം നോക്കുന്ന ഒരു പൊന്നാങ്ങള. എന്നാ കേട്ടോ വിളിച്ചേട്ടാ, ആ സാറിന് ജോലിയും പോയെന്നാ കേട്ടത്. അത് തന്നെയുമല്ല, ഒരു ശകല സ്ഥലം ഉണ്ടായിരുന്ന കൂൻ ടീച്ചറുള്ള എഴുതി പിടിക്കാൻ പോണെന്നോ പിടിച്ചെന്നോ ഒക്കെ കേട്ടേ. എന്നാ ഇപ്പൊ വരാൻ പോകുന്ന കാര്യം ഞാൻ പറയാം. അവൾക്ക് കൂടെ കിടക്കാൻ സ്ഥലവും ചെലവിനും കൊടുത്തോളണം, അത്ര തന്നെ. അപ്പനും മോനും കൂടെ ചെലവിന് കൊടുത്തോളാം. നമ്മളെന്താ ഇതൊക്കെ പറയുന്നത്? പെങ്ങൾ കുറെ നാളായല്ലേ ഇവിടെ നിൽക്കു തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി. അത്രയ്ക്കായോ? എടി, ഇവൻ പറഞ്ഞത് നീ കേട്ടോ? നീ കേട്ടോ? ഞാൻ അമ്മയോട് പറഞ്ഞ ഈ ഇരട്ടയൊക്കെ വാക്കുകൊണ്ട് തിരിച്ചു പോകണം. അമ്മോട് സമ്മതിച്ചില്ല. ഇപ്പൊ ഇന്നിവിടെ നമ്മൾ ഇവിടെ കല്ലിലേക്ക് വീട്ടിൽ പോയി തരണം. എന്റെ വീട്ടിൽ വെച്ച് എന്റെ അതില്ല. അച്ചായി, ഞാൻ പോകുന്നു. ഈ സൗകര്യമായിട്ട് വിചാരിക്കട്ടെ. ഇനി കല്യാണത്തിന് വിളിക്കാനാണെന്നും പറഞ്ഞ് അങ്ങോട്ടാരും പോന്നേക്കണം. നമ്മൾ വരുന്നുണ്ടോ? നീ ഇനി കല്യാണം കഴിഞ്ഞ് പോയാ മതി. ഞാനല്ലേ കൊള്ളുക. ആരുടെ കല്യാണത്തിനാ? എന്റെ ആങ്ങളയുടെയോ? അവൻ നല്ല ഒന്നാം തരം ചുണ്ടപ്പഴം പോലെ ഇരിക്കുന്ന തൃങ്ങാരി പെണ്ണിനല്ലേ കെട്ടിക്കൊണ്ട് വരാൻ പോകുന്നത്. അവന് നീ പെങ്ങൾ എന്തിനാ, അപ്പൻ എന്തിനാ? ഞാനൊന്ന് പള്ളി പോയേച്ച് പിടിയിന്ന് വന്നേക്കാം. എത്തപ്പാനി എല്ലാം നിന്റെ മേൽനോട്ടത്തിലായിരിക്കണം കേട്ടോ. ഓ എത്തപ്പാൻ ചേട്ടാ, ഇതെന്നതാ കുഞ്ഞെ? ഒന്ന് പതുക്കെ പറ. മലയിലെ വീട്ടിൽ വാർപ്പ് മേടിക്കാൻ പോകല്ലേ? ഇതാരും കാണാതെ തങ്കച്ചന്റെ കൊടുത്തേക്കണം. 24 രൂപ ഒരെടുത്തുണ്ട്. രാവിലെ നല്ല ഉദ്യോഗമാ കിട്ടിയത്. ഒരൊറ്റ കുഞ്ഞു പോലും അറിയരുത്. ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും. നോയിക്കും. എന്റെ പൊന്നെത്തപ്പാൻ ചേട്ടനല്ലേ. പണം അടച്ചോ? അടച്ചു. വാർപ്പ് കിട്ടിയോ? കിട്ടി. പിന്നെന്താ? ചിന്നമ്മ തന്നതാ രൂപ. വയ്ക്കുള്ളൂ. മറുപടി എന്നാ കല്യാണം? നാളെയാ.
വരണേയുള്ള കുഞ്ഞേരി. മഴ കാരണം അല്ലേ നേരത്തെ വന്നേനെ. പിള്ളേരെന്തിയെ? അതിനൊക്കെല്ലാം ചൊറിയാ. ആ ഇരി. ചെറിയ പേറ്റിന്റെ അയച്ചോടി. വരുന്ന ആഴ്ചയില്ല. ആ നിന്റെ മാമിക്ക് ഏതാ മാസം? കിടക്കുന്ന പന്ത. എല്ലാം റെഡിയായോ? ഓ, എന്താടാ നിനക്ക് ഇത്ര ധൃതി? ഇന്ന് താഴ്ചയിലെ കൊച്ചുവെച്ചമ്പുരക്കയുടെ കല്യാണം വന്ന് അടിയനൂടെ ഒന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. പൊയ്ക്കോ. ആനക്കാര്യത്തിനല്ല ജേനക്കാര്യം. പെണ്ണിനെ ഒരുക്കി പള്ളി വിടാനുള്ള ബെച്ചപ്പാട് ഞാൻ കിടന്ന് ഓടുന്നു. അന്നേരം വന്നിരിക്കുന്നു മൂശേട്ടയൊക്കെ. രൂപയും പലിശയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ കമ്മൽ ഇപ്പം വേണം. എന്താണ് ഇത്ര അത്യാവശ്യം? കുറെ കഴിഞ്ഞാലെന്നാ? ഉച്ച തിരിഞ്ഞു വാ. അതിന് പലിശ കൂടുതലൊന്നും തരേണ്ട. ഇപ്പൊ തന്നെ വേണമല്ലോ തമ്പ്രാട്ടി. എടി ഇതാ താഴ്ചയിലെ പെണ്ണിന്റെ കമ്മലല്ലേടി? അല്ല, നേര് പറയടി. നേരാന്ന്. അമ്മേ ആ കമ്മലം കൊടുത്തു വിടമ്മേ. എനിക്കിപ്പോ അതിന് സമ്മതമില്ലല്ലോ. എടി അതാ താഴ്ചയിലെ പെണ്ണിന്റെ ആണെന്നാ തോന്നുന്നത്. അതിനെന്നാ കൊടുത്തു വിടമ്മേ? ഇന്ന് ചിന്നമ്മയുടെ കല്യാണമല്ലേ. അതുകൊണ്ടാ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞത്. നീ പള്ളി പോകാൻ എനിക്ക് പെണ്ണേ. പോരി കാത്തി. എടി പോകാനാ പറഞ്ഞത്. എന്നെ ഞാൻ തൊട്ടുപോയിട്ടുണ്ട്. എന്നെ മിതം മാറും. ഞാൻ പറഞ്ഞേക്കാം. എന്നെ ഈ കൊഴിത്തരുവാളായിരിക്കുന്നു. ഇനി പോരമ്മേ. ദേവി നീ പോയിക്കോ, ഞാൻ പിന്നെ തരാം. ചേട്ടാ ഇതെന്തൊരു നാശമാടാ. ഇനി രാവിലെ ആരാ നല്ല കാലം വെച്ച് വർക്കത്തായിട്ട് ഇവിടെ കയറിയത്? പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആശാനെ കണ്ടില്ലല്ലോ. നേരമായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത്? നാക്കങ്ങ് താണു പോയോ? കൊച്ചുമ്പ്രാട്ടിയെ എന്നെ ദേവി. ഇന്ന് കൊച്ചുമ്പ്രാട്ടി രൂപ പണയെടുക്കാൻ നാളെ ചെല്ല. ഇപ്പൊ പള്ളി പോവാൻ കമ്മലോ? ഏൻ തരാം. എന്റെ കുട്ടി, ദൈവത്തെ ഓർത്ത് അങ്ങനെ പറയരുത്. ചേടാ തരികയില്ലെന്ന് ഞാൻ പറഞ്ഞു. വിഷമിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ കഴുത്ത് മിന്നി കെട്ടണതിന് മുമ്പ് പണം ഞാൻ പള്ളിക്കൊണ്ട തരാം. അയ്യോ ആശാനി, എല്ലാം ശരിയാകും. ആശാനി ആശാനെ പോവല്ലേ? ഞാൻ ഇപ്പൊ വന്നേക്കാം. വരുന്നു വരുന്നു. ഒന്ന് വേഗമായിട്ട് മോളെ. അമ്മേ, ഈശോ ശരിക്ക് സ്തുതിയായിരിക്കട്ടെ. ആശാന് ദക്ഷിണ കൊടു മോളെ. ഭഗവാന് നാരായണ. അപ്പന് സ്തുതിയല്ലേ മോളെ. എന്റെ പൊന്നു മോളെ, സർവശക്തനായ ദൈവം എന്റെ കുഞ്ഞിനെ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. എനിക്ക് നിന്നോട് പിണങ്ങാൻ ഒക്കുമോ മോളെ? എപ്പോഴാ കെട്ട്? 9 മണിക്ക് പറ്റുക. ഇപ്പൊ തന്നെ 8:10. നമുക്ക് പോകാം. ഞങ്ങളിപ്പോ കാപ്പി കുടിച്ചതേ ഉള്ളൂ. കാപ്പി വെള്ളമെങ്കിലും കുടിക്കും. ഇത് മീനുളുമ്പ് നാറുന്നു. എനിക്ക് വേണ്ട. എന്റെ പെങ്ങളെ ഇന്നെങ്കിലും ഒരു നല്ല ചട്ടയിട്ടു നടക്കാൻ മേലായിരുന്നു. ഓ, നീ വാങ്ങിച്ചു കൊടുത്തയച്ചൊക്കെ ഇവിടെ ഇരിക്കുക. ഒന്നും എടുത്തിട്ടില്ല. അതിനെ അതിനൊരു കാര്യമുണ്ട്. ആങ്ങളെ സമ്പാദിക്കുന്ന ആങ്ങളുടെ മക്കൾ കഴിക്കണം, അല്ലാതെ പെങ്ങൾക്ക് കൊടുക്കാനല്ല. ഓ, നാത്തൂന് കൊടുത്തു കൊടുത്ത് നിന്റെ കൈ അങ്ങ് തളർന്നു പോയില്ലേടി. ഇത്ര പെങ്ങളെന്ന് തന്നെ ഇരിക്കുന്ന ഒരാങ്ങള. എടാ, അത് ഞാൻ വലിയ കാര്യത്തിൽ നിന്റെ ഒരു ധർമ്മക്കാരനെ പോലെ വന്നിട്ട് നീ വെറും കൈയോടെ വിട്ടുകളഞ്ഞല്ലോടാ. ദുഷ്ട, നിന്നെ ഞാനാ എടുത്ത് വളർത്തിയത്. നിനക്കറിയാമോ? മനസ്സില്ല ഞാൻ കൊടുക്കാൻ. നിങ്ങളെ കണ്ട എന്നാ ഉപകാരോ ഈ ആങ്ങളേക്കും നാത്തൂനും? ചുമ്മാ വന്ന് കൈ കിട്ടിയാൽ ഉടനെ തന്നെ 1500 രൂപ അങ്ങോട്ട് എനിക്ക് കൊടുക്കാൻ കുറച്ച് ഏതമുണ്ട്. ഒന്നും മിണ്ടാതിരിക്കുക നിർത്തിയാമ്മേ. എങ്ങനെ മിണ്ടാതിരിക്കും? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് കയറണ്ടാന്ന്. നിന്റെ ഒന്നും ഓചാരം വേണ്ടടി ഞങ്ങൾക്ക്. വഴിനീളം നടന്ന് തെണ്ടിയാലും നിന്റെ അങ്ങോട്ട് വരത്തില്ല. പോരെ എടി, ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയരുത്. ദൈവാനുഗ്രഹമുള്ള പെണ്ണും പിള്ള കണ്ടില്ലേ കിടക്കുന്നത്? ദൈവാനുഗ്രഹത്തിന്റെ കൂടുതൽ. നീ ഒന്ന് ചുമ്മാ ഇത് നിർത്തിയാമ്മേ. വാ, നമുക്ക് മലയിലോട്ട് പോകാം. പള്ളിയിലോട്ട് പോയിട്ട് പെങ്ങളെ ഞങ്ങൾ ഞാനങ്ങേ ഓർമ്മിക്കും. എന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഞാനങ്ങേ ഓർക്കും. നാളെ തിങ്കളാഴ്ച എന്റെ കല്യാണമാണ്. അങ്ങ് വരുമല്ലോ. ഞാനറിയാതെ തന്നെ ഞാനങ്ങേ സ്നേഹിച്ചു പോയി.
എനിക്കങ്ങ് മാപ്പ് നൽകണം. മോനെ, മണി 9 കഴിഞ്ഞു. നിന്റെ അമ്മാച്ചന്മാരും എല്ലാം പോയി കഴിഞ്ഞു. നീ എന്തോ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. എന്താ മോനെ എഴുത്ത്? ആ താഴ്ചയിലെ ചിന്നമ്മയുടെ കല്യാണമായിരുന്നു. ഇന്നാണോ? പാവം, അവൾക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്റെ മോൻ കൂട്ടിച്ചോദ്യം കഴിഞ്ഞ് അവരുടെ വീട്ടിലൊന്ന് കയറി അവർക്ക് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. ഞാൻ കല്യാണത്തിന് പോകുന്നില്ല. എങ്കിൽ വേണ്ട, ഞാൻ കൊടുത്തോളാം. ഞാൻ എന്റെ മോൻ ഒരുങ്ങ്. കൂട്ടിച്ചോദ്യത്തിന് അവരെല്ലാം ഇപ്പൊ പള്ളി വന്നു കാണും. എന്റെ മോൻ ചെന്ന് കുളിച്ചിട്ട് വാ, വേഗമാവട്ടെ. ഈ കല്യാണം നടക്കരുത്. എങ്ങനെങ്കിലും അത് മുടക്കണം. എങ്കിലേ അവനൊരു പാഠം പഠിക്കും. ആ കാര്യം ഞാൻ കൊടുത്തിട്ട് വരാം. എന്താ സാറേ ആ ഇടപാട് തീർക്കാത്ത? ഉദ്ദേശിച്ച പണം വന്നില്ല. ആശം വേറെ വഴിക്ക് പോയിരിക്കുക. ഇപ്പൊ വരും. കല്യാണം കെട്ടുന്നതിനും ഇടപാട് തീർത്തേക്കാം. വിഷമിക്കുണ്ടാവും തയ്ച്ച. ആശാനും കീശാനും ഇതൊക്കെ കളിപ്പീര് പണിയല്ലേ? എന്നെ പിടിച്ചതെല്ലാം അറിയാമല്ലോ. ഞാൻ എന്താ വന്നേച്ചു. ഇതന്നെയല്ല, ഈ പിഴപ്പെട്ട പെണ്ണിനെ ആമ്പിള്ളേർ ഒന്നും കിട്ടും. ഇനി എന്നാ വഴി ദേവസ്യച്ച? ലൂക്കാച്ച, ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് പോവാ. വല്ലതും പറയാനുള്ളത് പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുള്ള ഇത്രയും ക്ഷമിച്ചു. ഇനി ക്ഷമിക്കാൻ നിവർത്തിയില്ല. മത്തായി ചേട്ടാ, നാമെല്ലാം മനുഷ്യരില്ല. അതിനിപ്പോ ഞങ്ങൾ എന്തോ വേണം? കല്യാണം നടക്കണം. അതിനിപ്പോ തന്റെ ഒപ്പാരിയൊന്നും വേണ്ട. ഇനി ചെയ്യേണ്ടത് ഞാൻ കഴിയാം. പക്ഷെ ഞങ്ങളെ ഇടപാട് തീർത്തേക്കാം. വിഷമിക്കുണ്ടാവും തയ്ച്ച. ആശാനും കീശാനും ഇതൊക്കെ കളിപ്പീര് പണിയല്ലേ? എന്നെ പിടിച്ചതെല്ലാം അറിയാമല്ലോ. ഞാൻ എന്താ വന്നേച്ചു. ഇതന്നെയല്ല, ഈ പിഴപ്പെട്ട പെണ്ണിനെ ആമ്പിള്ളേർ ഒന്നും കിട്ടും. ഇനി എന്നാ വഴി ദേവസ്യച്ച? ലൂക്കാച്ച, ഞങ്ങൾ ചെറുക്കനെ കൊണ്ട് പോവാ. വല്ലതും പറയാനുള്ളത് പറഞ്ഞത്. നമ്മൾ തമ്മിലുള്ള ഇരിപ്പുള്ള ഇത്രയും ക്ഷമിച്ചു. ഇനി ക്ഷമിക്കാൻ നിവർത്തിയില്ല. മത്തായി ചേട്ടാ, നാമെല്ലാം മനുഷ്യരില്ല. അതിനിപ്പോ ഞങ്ങൾ എന്തോ വേണം? കല്യാണം നടക്കണം. അതിനിപ്പോ തന്റെ ഒപ്പാരിയൊന്നും വേണ്ട. ഇനി ചെയ്യേണ്ടത് ഞാൻ കഴിയാം. പക്ഷെ ഞങ്ങളെ ആരും വേറെ വെക്കരുത്. സാറ് നോട്ടെഴുതി തരാം. അയാൾ നോട്ടാക്കണം. ഞാനെഴുതി തരാം. ഒന്ന് ചുമ്മാ ആയിരു സാറേ. ഞങ്ങൾ ഞങ്ങളുടെ പോക്കിന് പോവാ. എന്താ പണം കിട്ടിയില്ലേ? കിട്ടി, ബാങ്കിലിട്ടിരിക്കുന്നു. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത്? നിങ്ങൾ വല്ലൊരു ആപ്പണിന്റെ കടത്തേലോട്ടൊന്ന് നോക്കിയോ? കടുത്ത ആർക്കല്ലേ ആഭരണങ്ങൾ നടക്കുന്നത്? ഇനി എന്താ താമസിക്കുന്നത്? വാ, നമുക്ക് പോകാം. എന്റെ പൊന്നു എട്ടപ്പാഞ്ഞി, എട്ടപ്പാഞ്ഞി സാറേ, ആശാൻ ഇനിയും വന്നില്ലല്ലോ. അവർ ചെറുക്കിനെ കൊണ്ട് പോകുവാന്നാ. നീ ഒന്നിയൊന്ന് അന്വേഷിച്ചാലോ ആശാൻ എന്തെന്ന്? ഞാനൊന്ന് പറഞ്ഞു നോക്കാം സാറേ. ഇനി ഒന്നും പറയണ്ട. എന്റെ പൊന്നു മത്തായി ചേട്ടാ, നമ്മളൊക്കെ എന്നും കാണേണ്ടവരല്ലേ? ഇങ്ങനെ മുറിപ്പെട്ടും പിടിച്ചാലോ? ഓ, ഈ യവന്റെ ഊരാറ്റ് കേൾക്കാത്ത കുറ്റമാ. അത്തപ്പാൻ പാര് നോക്കത്തപ്പാൻ. അങ്ങനെയല്ല മത്തായിച്ച, നമുക്ക് പോടാ. ഇവൻ എവിടുത്തുകാരടാ? ഒന്ന് പോടാ. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണോ? അല്ല, അറിയണോ? അറിയോടാ. എടാ, സൂക്ഷിച്ചു കൊടുത്തില്ലെങ്കിൽ അടിച്ചു നിന്റെ പല്ല് അധികാരമൊക്കെ പറഞ്ഞ് വേലയ്ക്ക് വരുമ്പോൾ എന്താ നോക്കുന്നേ? എന്നാ എന്താ ഇവിടെ ബഹളം? എന്താ എന്ത് സ്ഥലമാണ്? എന്റെ അച്ഛോ, ഈ വറീത്തിനെ ആ കൂടോത്രക്കാരൻ എത്തപ്പാൻ ഇടിച്ച് പഞ്ചീസാക്കി കളഞ്ഞു. എല്ലാത്തിനും ഈ ലൂക്കാസാറാ കാരണം. കല്യാണത്തിന് മുമ്പ് സുരേനം ബാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊടുക്കുകയല്ലേ പോലും. അല്ല, അച്ഛൻ തന്നെ പറഞ്ഞാട്ടത്തിന്റെ സമാധാനം. അതുകൊണ്ട് അടിലഹന ഉണ്ടാക്കി പിരിയാമെന്നോ? എന്റെ അച്ചു, ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട. ചില്ലറ ചതിയാണോ ഈ ലൂക്കാസാറ് ചെയ്തത്? എന്റെ മരുമോൻ ചെറുക്കനെ തട്ടന്മാരെ കൊണ്ട് തല്ലി ചമ്മന്തി ആക്കി കളഞ്ഞു. സ്ത്രീധനത്തിന് പകരം തല്ലാണോ അച്ഛാ ബാക്കി? എന്റെ പൊന്നച്ഛൻ, അച്ഛൻ തന്നെ എന്നെ ഒന്ന് രക്ഷിക്കും. എത്ര രൂപ ബാക്കിയുള്ളത്? 200. അത്രയല്ലേ ഉള്ളൂ. പ്രത്യേകിച്ച അതിനുവേണ്ടി ഈ കല്യാണം മുടക്കുന്നത് ശരിയല്ല, കഷ്ടമാണ്. ലൂക്കാസ് സാർ രൂപ തരും, ഇല്ലെങ്കിൽ ഞാൻ ഏറ്റു. അച്ഛനേറ്റോ? എനിക്ക് സമ്മതമാ. കുഞ്ഞമ്മേ പറയിച്ച വാ, കല്യാണം നടക്കട്ടെ. അച്ഛോ, അയാൾ ആ പണം തരത്തില്ല. അതുകൊണ്ട് പണം ഇപ്പം തന്നെ. ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? എന്നാലും എന്താണോ ഈ പറയുന്നത്? അച്ഛോ, ഈ കല്യാണം നടക്കത്തില്ല. അച്ഛൻ പിന്നെ എന്നാത്തിനാ ഈ കാര്യത്തിൽ വെറുതെ ഇടപെടുന്നു? കുട്ടിച്ചൻ പറഞ്ഞതാ എന്റെ ശരി. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഏതായാലും ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല. ഒന്നുകിൽ ഉടൻ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ കല്യാണം നടക്കണം. മണി 10 കഴിഞ്ഞു. അച്ഛോ,
അച്ഛോ, എന്നാ കൂട്ടിച്ചോദ്യം അങ്ങ് നടത്തിയേച്ചാ ഞങ്ങൾക്ക് പോകാമായിരുന്നു. മലയാളി തങ്കച്ചൻ വന്നോ? അവനിപ്പോ വരും. വരട്ടെ. കുട്ടിയച്ഛൻ പറഞ്ഞാൽ ആ മത്തായി കേൾക്കും. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ ഇടവയ്ക്ക് ആരാന്ന് നമുക്കൊന്ന് കാണാമല്ലോ. വാ, നമുക്ക് എനിക്ക് ഞാൻ എവിടേക്കും പോവുക. ഞാൻ താമസിച്ചോ മോനെ? ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വന്നു. ലൂസി, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഞാൻ ചിന്നമ്മയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വാളെടുത്തവൻ വാളാൽ തന്നെ വീഴ്ത്തപ്പെടും. എനിക്ക് പരിഭവമില്ല. എന്റെ അപ്പനും അമ്മയും ഇതനുഭവിക്കണം. എന്നെ ഓർത്ത് വിഷമിക്കാൻ. ഞാനാണ് കുറ്റക്കാരി. നശ്വരമായ ഈ ലോകത്തിന്റെ മായാവിഭ്രമങ്ങളിൽ ഞാൻ കുടുങ്ങിപ്പോയി. അപ്പോഴും എനിക്ക് വേണ്ടി എന്റെ കാമുകൻ, ഒരിക്കലും വഞ്ചിക്കാത്തവനും ഒരിക്കലും വാക്ക് തെറ്റിക്കാത്തവനും എന്നും സ്നേഹമുള്ളവനുമായൊരു മണവാളൻ എനിക്കായി കാത്തു നിൽക്കുകയായിരുന്നു. അനശ്വരമായ മണിയറയിൽ പ്രേമത്തിന്റെ രാജകുമാരൻ, ദിവ്യമായ സ്നേഹത്തിന്റെ ഓടക്കുഴൽ പാടുന്ന ഗായകൻ, കാലിത്തൊഴുത്തിൽ പിറന്ന് കാൽവരിയിൽ ആത്മബലി അർപ്പിച്ച ആ കാരുണ്യമൂർത്തി മാറിക്കിടാത്ത എന്നെ കൊച്ചമ്പ്രാട്ടി ഞാൻ ജയിലിനൊത്ത് കാണട്ടെ. നീ ചുമ്മാ ഇരിക്കടാത്തി. മൈല, ഏൻ കാണുന്നത് ഗ്രാവാണ്. നിങ്ങ എന്റെ മേക്കൊന്ന് നുള്ളിക്ക്. കിറുക്ക് പറയാതെ കിടാത്തി. നിങ്ങൾ ഒന്ന് നുള്ളിക്ക്. ഏൻ കാണുന്നത് ഗ്രാവല്ലേ എന്നെ ദേവി. കുട്ടിച്ച എല്ലാം കുഴഞ്ഞു. ആ കർത്താവ് വിചാരിക്കുന്ന പോലെയൊക്കെ ഇല്ലേ നടക്കുള്ളൂ. എന്നിട്ട് വീട്ടിൽ പോയാട്ടെ. പുറവച്ചമ്മ അവിടെ കാത്തിരിക്കുകയായിരിക്കും. ഞാനിപ്പോ വന്നേക്കാം. വരണ്ടാവൂ. കെട്ട് കഴിഞ്ഞു. എത്രയും താമസിച്ച എന്നാ അന്വേഷിക്കും. മലനെ തങ്കച്ച മുതലാളി എന്നാ സിനിമ പെണ്ണിന്റെ അടുത്ത് വന്നിരിക്കുന്നത്? അതാ ഞാൻ ഓർക്കുന്നത്. കുഞ്ഞാണ്ടമ്മ ഉണ്ടല്ലോ, ചെറുക്കൻ എന്ത് ചെയ്യും? ഇതെന്നാ കളിയാ? ചെറുക്കനാ നിൽക്കുന്നത്. അനാവശ്യം പറഞ്ഞാണല്ലോ, അടുത്തിന് ചെവിക്കല്ലേ തേർത്തോളെ. അതല്ല, മനസ്സിലിരിക്കട്ടെ അമ്മരാൻ. കുടുംബ അത് തന്റെ വണ്ടിയല്ലേ? അതെ. ആ നാട് ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ഹൊയ്, നാട് ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ജാതി മതം തീണ്ടാതെ നീതി വിട്ടുമാറാതെ ചാഞ്ചാടി ഓടി വരും വണ്ടി. നാട് ചുറ്റി ഓടി വരും കളിവണ്ടി, ഇത് നാട്ടിൻ പുറം കണ്ട കളിവണ്ടി. ജാതി മതം തീണ്ടാതെ നീതി വിട്ടുമാറാതെ ചാഞ്ചാടി ഓടി വരും വണ്ടി. പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടാത്ത പൈങ്കിളിയും പാടും. കൊച്ചുമാടത്തു മിന്നിയൊരു മൈലാഞ്ചി പെണ്ണിന്ന് മേടപ്പുറത്ത് കളിയാടും. പാടത്ത് പുഞ്ചമണി പുത്തരിയും കൊത്തി, പാടാത്ത പൈങ്കിളിയും പാടും. കൊച്ചുമാടത്തു മിന്നിയൊരു മൈലാഞ്ചി പെണ്ണിന്ന് മേടപ്പുറത്ത് കളിയാടും.
വെള്ളാമ്പൽ പൂത്തു എല്ലാം നമുക്കായി ഉല്ലാസമായി ഉല്ലാസമായി. മോഹങ്ങൾ നീങ്ങി സ്നേഹൈകരൂപ നീ എൻ